ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശം ഇല്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും എന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി നന്ദി പറയുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികളെ ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ നന്ദിയോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, വലിയ പ്രവർത്തികളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നന്ദി പറയാം. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. തുടർമാനമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മർക്കോസ് ലീഹായുടെ സുവിശേഷം ധ്യാനിച്ചു വരുന്നു. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഈ ദിവസം 2 ദിവസം നമ്മൾ ഉപവാസത്തെയും പ്രാർത്ഥനയുടെയും പ്രത്യേകതയും ശക്തികളെയും പറ്റിയൊക്കെ പറയുവാൻ ഇടയായി തീർന്നു, ധ്യാനിക്കാൻ ഇടയായി തീർന്നു. പിന്നെ നമുക്ക് തുടർമാനമായിട്ട് പിന്നെയും മർക്കോസ് ലീഹായുടെ സുവിശേഷം നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാം. പ്രാർത്ഥനയോട് ഇരുന്നോണം. കർത്താവ് നിങ്ങളോട് ഇടപെടും. വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിലൂടെയും വചനത്തെ ഉറപ്പിക്കേണ്ടത് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവം നമ്മെ നിറയ്ക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ മാസം 24-ാം തീയതി കൊല്ലത്തും 28-ാം തീയതി കോട്ടയത്തും നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. കൊല്ലത്ത് പഞ്ചായത്ത് ഹാളിൻ്റെ അവിടെയാണ് പ്രാർത്ഥന നടക്കുന്നത്, കൊല്ലം ടൗണിൽ തന്നെ. കോട്ടയത്ത് 28-ാം തീയതി ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൻ്റെ അകത്ത് വെച്ചാണ്, കോട്ടയത്ത് കളത്തിപ്പടിയിൽ. അതിൻ്റെ ഡീറ്റെയിൽസുകളും ബാക്കി പോസ്റ്ററുകളും നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വെർച്വൽ മീറ്റിംഗ് ആണ്, നേരിട്ടുള്ളതല്ല. 2 രീതിയിലാണ്. വിടുതൽ മീറ്റിംഗ്, അതായത് പ്രവചന രോഗസൗഖ്യ ശുശ്രൂഷയും അന്യഭാഷാ പ്രാർത്ഥനയും ചേർന്നുള്ള ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. അപ്പം നേരിട്ടല്ല, വെർച്വലിയാണ്. നമ്മൾ ഇവിടെ കണ്ണൂരും ഈ 5 ദിവസം നടന്ന പ്രയർ സ്റ്റേഷൻ്റെ സെയിം പ്രാർത്ഥന തന്നെ ഡെലിവറൻസും കൂടെ ചേർത്ത് ചെയ്യുവാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റ് എഴുതി നയിക്കുന്നവർ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് വേണ്ട വചനം ശ്രദ്ധിച്ചിരുന്നാൽ ഇതിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകരുതേ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവവചനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. മർക്കോസ് ലീഹായുടെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ 21-ാമത്തെ വാക്യം മുതൽ പറയുന്നു: അവൻ കഫർന്നഭൂമിൽ പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. കർത്താവിൻ്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. ശ്രദ്ധിച്ചോണേ, ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരത്തോടുള്ളവനായിട്ട് അത്രേ അവൻ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. 24-ാമത്തെ വാക്യം: നസറേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നോ നീ? ആരെന്ന് ഞങ്ങൾ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ. അതിന് യേശു അവനെ ശാസിച്ചു. നോക്കിയതിന് യേശു അവനെ ശാസിച്ചു, മിണ്ടരുത്, ഇവിടം വിട്ടു പോകുക എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവ് അവനെ ഇഴച്ചു ഉറക്കം നിലവിളിച്ചു പോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇത് പുതിയ ഉപദേശം, അധികാരത്തോടു കൂടെ കൽപ്പിക്കുന്ന വാക്കുകൊണ്ടോണേ, പുതിയൊരു ഉപദേശം. പുതിയൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ കേൾക്കാൻ കഴിയാത്ത, ഇന്നലകളിൽ കേട്ടിട്ടില്ലാത്ത ഒരു ഉപദേശം യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ ഉപദേശമാണ് അധികാരത്തിൻ്റെ ഉപദേശം. നോക്കിയേ, എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഒരു പുതിയ ഉപദേശം, അധികാരത്തോടുകൂടെ അശുദ്ധാത്മാവ് കൽപ്പി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിൽ അശുദ്ധാത്മാക്കൾ, ദുരാത്മാക്കൾ ഈ ലോകത്തിലുണ്ട്.
ദുരാത്മാവിൻ്റെ പ്രവൃത്തികളുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? നമുക്കറിയാം, ആവർത്തന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, തെളിവെന്തുവായിരുന്നു? അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞതിന് തെളിവെന്തായിരുന്നു? ദൈവം ഉച്ചരിച്ചു കൊടുത്തിരിക്കുന്ന പോലെ അന്യഭാഷയിൽ അവർ സംസാരിച്ചു, അവർ പ്രവചിക്കാൻ തുടങ്ങി, അവരിലൂടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ നിറക് ഒഴുകുന്നുണ്ടെന്ന്. ആമേൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ലോകത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ദുരാത്മ പ്രവർത്തികളുണ്ട്, പൈശാചികമായിട്ടുള്ള പ്രവർത്തികളുണ്ട്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. അദൃശ്യ ലോകം, അദൃശ്യമാണ്. പിശാചിനെ അല്ലെങ്കിൽ ദുരാത്മാവിനെ ആത്മാവെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആത്മാവ്, അദൃശ്യനായിരിക്കുന്നവൻ. ഇവനെപ്പോഴും ഒരു ശരീരം ആവശ്യമാണ്. ശ്രദ്ധിച്ചോണം, എപ്പോഴും ഇവൻ ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് ഇവൻ എപ്പോഴും ശരീരങ്ങളെ ആശ്രയിക്കും. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പിന്നീട് നമുക്ക് സംസാരിക്കും. ഇപ്പം ഞാൻ വന്നത്, അപ്പോൾ ഒരിക്കൽ യേശുക്രിസ്തുവിന് അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യൻ, നോക്കിക്കുക വാക്കുകൊണ്ടോ, അശുദ്ധാത്മാവ് യേശു അതിനെ ശാസിച്ചു. നോക്കിക്കേ, അപ്പോൾ ആത്മാവ് അവനെ ഇഴച്ചിട്ട് ഉറക്കെ നിലവിളിച്ച് അവനെ, ഇപ്പോൾ ദുരാത്മാവ് നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ കാണാൻ പറ്റും. ഈ പൈശാചിക ബന്ധനങ്ങളൊക്കെ ശരീരത്തിൽ ഉള്ളവരാൾക്കാർ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ദണ്ഡനകളായും ഓരോ പ്രശ്നങ്ങളായിട്ടും പ്രതികൂലങ്ങളായിട്ടും ഒക്കെ കൂടിക്കേറിയിരിക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ മുഴുവൻ പ്രശ്നങ്ങളാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെ കൈവെക്കുന്ന സമയത്തോ അധികാരത്തോടെ യേശുവിൻ്റെ നാമം പറയുന്ന സമയത്ത് ഭൂതം ഇളകും. അവരിങ്ങനെ ചേഷ്ടകൾ കാണിച്ച് എന്ത് ചെയ്യും? ഉറക്കെ ഇതുപോലെ നിലവിളിച്ചുമൊക്കെ അവരെ വിട്ടു പോകും. അപ്പം ഇതേപോലെ അശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. കണ്ടോ? അപ്പം ഇന്നലകളിൽ അവർ കാണാത്തൊരു കാര്യം, ഇന്നലകളിൽ അവർ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ടായി. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും, രോഗമുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് വിട്ടുപോയി ആ വ്യക്തി സൗഖ്യമാകുന്നത് കണ്ടപ്പോൾ അവർ പറയുകയാണ്, പിശാചുക്കൾ യേശുവിനെ അനുസരിക്കുന്നു. പിശാചുക്കൾ യേശുവിനെ അനുസരിക്കുന്നു. അവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അധികാരത്തോടെ യേശു എന്ത് ചെയ്തു? അശുദ്ധാത്മാവാണ് കൽപ്പിച്ചത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അധികാരം ഏതധികാരമാണ്? ബൈബിളിൽ പഴയ നിയമം മുതലേ അധികാരത്തെ പറ്റി കാണാറുണ്ട്. രാജാക്കന്മാർക്ക് അധികാരമുണ്ട്, രാജകീയ അധികാരം, പൗരോഹിത്യ അധികാരം, അങ്ങനെ പല തരത്തിലുള്ള കാര്യവിചാരങ്ങളെ ചെയ്യുവാൻ ബൈബിൾ അധികാരം കൊടുത്തിട്ടുണ്ട്. എന്താണ് യേശുവിൻ്റെ അധികാരം? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും വചനം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം. അപ്പൊ യേശുവിൻ്റെ ഉള്ള അധികാരം ദൈവപുത്രൻ എന്നുള്ള അധികാരം. ദൈവപുത്രന്റെ പ്രത്യേകത സകല പിശാചുക്കളുടെ മീതെ പൊസിഷൻ ചെയ്തിരിക്കുന്നു. എന്നൂടെ ഞാൻ പറയാം, ദൈവപുത്രന്റെ സ്ഥാനം ദൂതന്മാർക്കും മുകളിലാണ്, പിശാചുക്കൾക്കും മുകളിലാണ്. സർവത്തിന്റെ മീതെയുള്ള അധികാരമാണ് പുത്രന്റെ അധികാരം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, പുത്രന്റെ അധികാരം സകലത്തിന്റെ മീതെയുള്ള അധികാരമാണെന്ന് പറ. പുത്രന്റെ അധികാരം സകലത്തിന്റെ മീതെയുള്ള അധികാരമാണ്. നമ്മൾ ഇന്നാളെ ഗലാത്യർക്കെതിരെ ലേഖനം ധ്യാനിച്ച സമയത്ത് തന്നെ ഒരു വാക്യം ഉണ്ടായിരുന്നു, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല, ശിശുവായിരിക്കുന്നിടത്തോളം കാലം. അപ്പം ശിശു എന്നൊരു പദവി, ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല എന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും അധികാരത്തിൻ്റെ സുവിശേഷം കേൾക്കുന്നത് വളരെ കുറവാണ്. നമ്മുടെ ഇടയിൽ സുലഭമായിട്ടുള്ളത് അധികാരത്തിൻ്റെ ശുശ്രൂഷയല്ല, പലപ്പോഴും ദാസന്റെ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് ഒട്ടുമുക്കാലും കൂട്ടായ്മയിൽ, ഒരു കാലത്ത് ഞാനും അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, നമ്മൾ ദൈവസന്നിധിയിൽ അന്യനാണ്, പരദേശിയാണ്, ദൈവസന്നിധിയിൽ നമ്മൾ അങ്ങനെ കുറേ വാചകങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിച്ചു. ഇവിടെ നോക്കി, പുത്രന്റെ അധികാരത്തെയാണ് യേശു അവിടെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഈ പല തരത്തിലുള്ള ദുരാത്മാക്കളുണ്ട്. ബൈബിൾ തന്നെ പരിചയപ്പെടുന്ന രോഗാത്മാവ്. ശ്രദ്ധിച്ച്, രോഗാത്മാവ്. അപ്പൊ രോഗം കൊണ്ടുവരുന്ന ദുരാത്മാവുണ്ട്. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പിശാച്. അങ്ങനെ പല രീതിയിൽ നമുക്കറിയാം, ലഗ്യോൻ ബാധിച്ച മാനസിക രോഗിയാക്കി വെച്ചിരിക്കുന്ന ദുരാത്മാക്കളുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യുവാൻ പുത്രന്റെ അധികാരം വേണം. പുത്രത്വത്തിന്റെ അധികാരമുള്ള ഒരു വ്യക്തിക്ക് ഇതിനെയെല്ലാം പുറത്താക്കുവാൻ കഴിയും. ശ്രദ്ധിച്ചോണേ, ഈ പുത്രന്റെ അധികാരം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് പിശാചിന് നമ്മളെ പേടി.
പക്ഷെ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു പുത്രൻ ശിശുവായിരുന്നിടത്തോളം കാലം. അപ്പൊ ശിശുവായിരുന്ന പുത്രൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മെച്യൂരിറ്റി വേണം. വിശ്വാസിക്ക് മെച്യൂരിറ്റി വേണം. അപ്പൊ മെച്യൂരിറ്റി എങ്ങനെ നമുക്ക് ഉണ്ടാകുന്നത്? തിരിച്ചറിവിലൂടെ. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം കാണാനിടയായി തീർന്നു. നോർത്ത് ഇന്ത്യയിൽ ഒരു സുവിശേഷ വിരോധികൾ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി മേടിച്ച ഒരു പുതിയ ട്രാവലർ പോലത്തെ ഒരു വണ്ടി, കുറേ സുവിശേഷ വിരോധികൾ അത് മുഴുവൻ തല്ലി പൊളിക്കുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ആ സുവിശേഷ പ്രവർത്തകരെയൊക്കെ ഇറക്കി വിട്ടിട്ട് സുവിശേഷ ആ വാഹനത്തെ മുഴുവൻ ആൾക്കാരെ ഇറക്കി വിട്ടിട്ട് ആ വണ്ടിയൊക്കെ തല്ലി പൊട്ടിക്കുന്ന ആ വാർത്ത എത്ര പേര് കണ്ടായിരുന്നു ന്യൂസിൽ? കണ്ടായിരുന്നു ബ്രദറെ. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം വെച്ചാൽ ആ വണ്ടി മേടിച്ചത് സ്വന്തം പൈസ കൊണ്ടല്ല. കാരണം ദൈവമക്കള് സ്വത്രകാഴ്ച കൊണ്ട് വിതച്ച് മേടിച്ച പൈസയാണ്, ദൈവരാജ്യത്തിൽ വിതച്ച് മേടിച്ച പൈസയാണ്. അപ്പൊ അത് ആ പുത്തൻ വാഹനം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി മേടിച്ച വാഹനം അതെന്ത് ചെയ്യുകയാണ്? അവർ തല്ലിപ്പൊളി. അപ്പൊ ഇതിനകത്ത് കുറെ കമന്റുകൾ ഞാൻ കണ്ടപ്പോൾ ആൾക്കാരെല്ലാം ദൈവം ചോദിച്ചോളും, ദൈവം അതിനുവേണ്ടി ചെയ്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമന്റുകളും കണ്ടു. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കണം. ആ വാളും കമ്പും തല്ലിപ്പൊട്ടിക്കാൻ വേണ്ടി കല്ലുമായിട്ട് വരുന്നവൻ മനുഷ്യനല്ല, അവന്റെ അകത്തിരിക്കുന്ന ദുരാത്മാവാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം, ദുരാത്മാവാണ്. ഈ ദുരാത്മാക്കളെ പിടിച്ചു കെട്ടുവാൻ, ആ വ്യക്തിയല്ല, വ്യക്തിക്കകത്തിരിക്കുന്ന ദുരാത്മാവിനെ പിടിച്ചു കെട്ടുവാൻ യേശുവിന്റെ അധികാരം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ അധികാരത്തിൻ്റെ അകത്ത് കോൺഷ്യസ് ഉള്ളവരായിരിക്കണം. ദൈവം തരുന്ന നന്മകളെ നമ്മൾ അധികാരം കൊണ്ട് അതിനെ പൊതിയണം. ദൈവം തരുന്ന നന്മകളെ പൊതിഞ്ഞ് നമ്മൾ അധികാരത്തോടെ ഉപയോഗിക്കുവാൻ ഉദാഹരണമായിട്ട് ഞാൻ പറയുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വചനം കൊണ്ട് വേലി കെട്ടണം. ഇവിടെയാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അകത്തുണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. എനിക്കെതിരായി വരുന്ന ഒരായുധം ഫലിക്കത്തില്ല. ഇത് വചനത്തിലൊരു വാക്യമാണ്. എനിക്കെതിരായി വരുന്ന ഒരായുധം ഫലിക്കത്തില്ല, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല. പക്ഷേ നിങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക പല സുവിശേഷം. അപ്പോൾ പല ആൾക്കാരുടെയൊക്കെ മനസ്സിലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ, കൂടുതൽ ആരാധിക്കുമ്പോൾ മറ്റാളുകൾ നമ്മളെ ബന്ധിക്കുകയും പിശാചുക്കൾ നമ്മൾക്കെതിരെ ബന്ധനമായിട്ട് വരികയും ചെയ്യുമെന്നുള്ളൊരു ഭയപ്പാട്. അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് എന്നെ പ്രത്യേകം എന്ന് വെച്ചാൽ, കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നവർക്ക് ഒരു പേടിയുണ്ട്. കാരണം കൂടുതൽ ഉപയോഗിക്കപ്പെടുമ്പോൾ കൂടുതൽ പ്രതിസന്ധികളിലൂടെ പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യും. ശ്രദ്ധിച്ചോണേ, ഇവിടെയാണ് നിങ്ങൾ അധികാരം കൊണ്ട് വേലി കെട്ടേണ്ടത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുക, ഈ പഴയ നിയമം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇയ്യോബിന് ചുറ്റും ഒരു വേലിയുണ്ട്. ശ്രദ്ധിച്ചോ? പിശാചിന് അവനെ തൊടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, അവൻ ആ പെരക്കകത്ത് കയറി കുടുംബം മുടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പിശാച് പറയണം, കർത്താവേ നീ അവന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുക. അതിന്റെ അർത്ഥം എന്തുവാ? ഇയ്യോബിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുള്ളുവേലി കൊണ്ട് വല്ല വേലി വല്ലതാണോ? അല്ല. അവിടെ മതിൽ കെട്ടിയേക്കോണം? അല്ല. പിന്നെ എങ്ങനെയാണ് മനസ്സിലായത്? പിശാചിന് അകത്തു കയറാൻ കഴിയാതെ വണ്ണം ഒരു തടസ്സം അവിടെയുണ്ട്. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അവിടെയുണ്ട്. അപ്പൊ ഈ പ്രൊട്ടക്ഷനെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഇയ്യോബിന്റെ അകത്തൊരു ഭയമുണ്ടായി. ഞാൻ എന്താണോ ഭയപ്പെട്ടത് എനിക്കത് സംഭവിക്കും. അപ്പൊ നമ്മുടെ വിശ്വാസവുമായിട്ട് നമ്മുടെ ഈ വേലിക്ക് വളരെ ബന്ധമുണ്ട് കേട്ടോ. ഇയ്യോബിന്റെ അകത്തൊരു ഭയമുണ്ടായിരുന്നു. ഈ വേലി ഇയ്യോബ് കാണുന്നില്ല, പക്ഷെ ഇയ്യോബിന്റെ അകത്തൊരു ഭയമുണ്ട്. നന്മ കൂടുമ്പം പെട്ടെന്നൊരു ഭയം, ഇതെല്ലാം നഷ്ടപ്പെടുമോ? അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. കണ്ടോ? അപ്പൊ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മൾ നന്നായിട്ട് ഉയരുകയും വചനമൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഒട്ടുമുക്കാൽ ഉപദേശങ്ങൾ പറയും, സൂക്ഷിക്കണം. കണ്ടോ? സൂക്ഷിക്കണം. നമ്മൾ സാത്താൻ എന്ത് ചെയ്യും? നമ്മളെ നോട്ട വിടും. അപ്പൊ ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ അകത്തേക്ക് ഒരു ഭാരം വരും. ഇവിടെയാണ് അധികാരത്തിന്റെ ശുശ്രൂഷ. പുത്രൻ എന്ന് പറഞ്ഞാൽ പിശാചുക്കളുടെ മീതെ അധികാരമുള്ളത്. നോക്കിക്കേ, മർക്കോസിന്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് അവിടെ ബൈബിളുണ്ട്, പ്രാർത്ഥനയുണ്ട്, യഹൂദന്മാരുണ്ട്, യെരുശലേം ദേവാലയമുണ്ട്, സിനഗോഗുണ്ട്, പിതാക്കന്മാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവര് പറയുകയാണ് ഇത് പുതിയ ഉപദേശമാണ്. എന്റെ കൂടെ പറഞ്ഞ പുതിയ ഉപദേശം എന്ന് പറ. പുതിയ ഉപദേശം എന്നാന്ന് വെച്ചാൽ അധികാരത്തോടെ അശുദ്ധാത്മാവോട് കൽപ്പിക്കുന്ന ഉപദേശം. കണ്ടോ? അധികാരത്തോടെ അശുദ്ധാത്മാവിനോട് അപേക്ഷിക്കുന്നതല്ല, ദൈവത്തോട് അപേക്ഷിക്കുകയല്ല, പിശാചിനോട് കൽപ്പിക്കുന്നു.
അതിന്റെ കാരണം യേശു പുത്രനാണ്. അപ്പൊ പുത്രന്റെ പ്രത്യേകത പിശാചിനോട് കൽപ്പിക്കുവാൻ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ പിശാചെ നീ അനുസരിച്ചേ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ട വചനങ്ങളെ കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് ചുറ്റും വേലിയല്ല കിട്ടുന്നത്. നമ്മൾ പലപ്പോഴും വാതിൽ തുറന്നു കൊടുക്കുക. അതുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് ഭയപ്പാടുകൾ ഉണ്ടാകും. നോക്കി ഈ വാക്ക് കണ്ട് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, നമുക്ക് ആ വാക്കുകൊണ്ടോ, അധികാരം കൊടുത്തു. ഏതധികാരമാണ്? യേശു അധികാരത്തോടുകൂടെ കൽപ്പിച്ചു. കാര്യം യേശുവിൻ്റെ പുത്രത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പൊ പിശാചിന് മനസ്സിലായത് പറയുന്നയാള് നിസാരക്കാരനല്ല. ആമേൻ. പറയുന്നയാള് നിസാരക്കാരനല്ല. പിശാചിന് മനസ്സിലായി, പക്ഷെ നമുക്കിപ്പോഴും ബോധ്യം വന്നിട്ടില്ല. നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും, എന്തുകൊണ്ട് അത്ഭുതം ഉണ്ടാകുന്നറിയോ? നമ്മൾ എപ്പോഴും പറയുന്ന വാക്യമാണ്. ഉറക്കെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉറക്കെ പറയാൻ പറ്റുമോ? ഈ വാക്യം കാണാൻ പറ്റുന്നവര്? പാമ്പുകളെയും തേളുകളെയും ആമേ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യമാണ്, എങ്കിലും ഞാൻ ഈ ഒരു അവസരത്തിൽ അങ്ങ് പറയുവാണ്. പണ്ട് നമ്മൾ ഈ സൂമീറ്റ് ഒക്കെ വ്യാപകമാകുന്ന ടൈമിൽ, അതിന് മുമ്പ് ആ ഒരു ഇടയ്ക്ക് ഒരു സഹോദരി എന്നെ വിളിക്കേണ്ടതായിരുന്നു. ശരീരം മുഴുവൻ വേദനയാൽ ഭാരപ്പെട്ട്, രോഗത്താൽ ഭാരപ്പെട്ട്, വളരെ ദണ്ഡന അനുഭവിക്കുന്ന വിശ്വാസിയല്ല, മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന മതമൊന്നും ഞാൻ പറയത്തില്ല, പ്രത്യേകിച്ച് അത് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പം എന്നോട് പറഞ്ഞു, ബ്രദറെ ഇതുപോലെ ഞാൻ ഒരാൾക്ക് തന്ന നമ്പർ, ആരോ കൊടുത്ത നമ്പരാണ്, അങ്ങനെ കിട്ടിയതാണ്, എൻ്റെ പേര് ഇന്നതാണ്, പക്ഷേ ഞാൻ എനിക്ക് വിശ്വാസമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ വാക്യം ചൊല്ലാൻ പറഞ്ഞു. അത് മാത്രമല്ല, അവരുടെ ഭവനത്തിൻ്റെ അകത്തൊരു ബാധയുടെ ഉപദ്രവം ഉണ്ടായിരുന്നു. അവരമ്മയും മോളും മാത്രമാണ് താമസിക്കുന്നത്. എനിക്ക് വന്ന ബാക്കി എല്ലാവരും വിദേശത്താണ്, മിഡിൽ ഈസ്റ്റ് അറബി രാജ്യത്താണ്. അമ്മയും അമ്മയും ഈ മോളുടെ മോളും, എനിക്ക് 2 പിള്ളേരാണ്, എനിക്ക് അറിയത്തില്ല, അവരെന്തോ പിള്ളേർ ഒരു ലേഡീസ് മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഈ വലിയൊരു വീടാണ് താമസിക്കുന്നത്. ഇച്ചിരി ഉൾപ്രദേശമാണ്, പക്ഷെ നന്നായിട്ട് നല്ല സ്ഫൂർത്തത്തൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ആ വീടിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, രാത്രിയാകുമ്പം വാതിൽ കുറ്റിയിട്ടാലും വാതിലെ വന്ന് ആരോ ഇങ്ങനെ മുട്ടും. അതായത് റൂമിൻ്റെ അകത്ത്, വീടിൻ്റെ അകത്ത്, പുറത്തുനിന്നല്ല. പക്ഷെ വാതിൽ പെട്ടെന്ന് തുറന്നു നോക്കിയാൽ ആരുമില്ല. ടോയ്ലറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് ആരോ വന്ന് നമ്മുടെ ഡോറും നോക്കുന്നതും ഇവർ 2 പേരും, അമ്മയും മോളും അത് മനസ്സിലാക്കുന്നുണ്ട്. 2 പേരും ഒരു മുറിക്കാതിരുന്നാൽ പോലും ഈ ഡോറിൽ വന്ന് അവിടെ ആരുമില്ല. അവർ പലരെയും വിളിച്ചു, അവരുടെ മതത്തിലുള്ള പല ആൾക്കാരെയും വിളിച്ചു. അവരെല്ലാം വന്ന് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല, ഈ വിഷയത്തിൻ്റെ അകത്തുനിന്ന് പരിഹാരമില്ല, ശരീരത്തിൻ്റെ അകത്ത് രോഗത്താലൊക്കെ ഭാരപ്പെടുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി ഒരു കാര്യം ചെയ്യുക, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കണം. കാരണം നാം യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിലേക്ക് വരണം. യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ മേൽ വേറൊന്നിനും അധികാരമില്ല. ഞാൻ എന്നെ തന്നെ യേശുവിന് സമർപ്പിക്കുന്നതാണ് കർത്തൃത്വം. രക്ഷാവാചകം ഏറ്റുപറയിപ്പിച്ചു. കർത്താവിൻ്റെ വചനം ഞാൻ പറഞ്ഞു, ഈ വചനം പറയണമെന്ന് പറഞ്ഞു. സഹോദരി പറയാൻ തുടങ്ങി. അന്ന് തന്നെ ഒറ്റ ഇരിപ്പിൽ തന്നെ കാണാപ്പാഠം പഠിച്ചു. അതാണ് ആവശ്യക്കാരങ്ങനെ എൻ്റെ കൂടെ പറഞ്ഞത്. ആവശ്യക്കാർ വചനം അപ്പം തന്നെ പഠിക്കുമെന്ന് പറ. ആമേൻ. ആ സഹോദരി അപ്പം തന്നെ വചനം കാണാപ്പാഠം പഠിച്ചു. അന്നു മുതൽ പറയാൻ തുടങ്ങി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ഈ തട്ടും മുട്ടും ബഹളവും നടപ്പുമൊക്കെ വരുമ്പോഴും ഉറക്കെ പറയാൻ തുടങ്ങി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ട്. ഐ ഹാവ് അതോറിറ്റി ടു ട്രാംപ്ലിംഗ് ഓൺ സർപ്പൻസ് ആൻഡ് സ്കോർപ്പിയൻ. ഇത് പറയാൻ തുടങ്ങി. എനിക്ക് അധികാരമുണ്ട്. പിന്നീട് സൗകര്യം പറയാം, പിന്നെ ഒരു തട്ടും വന്നില്ല, മുട്ടും വന്നില്ല, ഒരു പിശാചും വന്ന് എന്ത് ചെയ്തില്ല. കണ്ടോ, വർഷങ്ങളായിട്ട് കാശ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ബ്രദറെ എത്ര ലക്ഷം മേടില്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. കർത്താവിന്റെ പ്രവൃത്തി പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ കൃപയാൽ ലഭിക്കുന്നത്. അപ്പൊ ഈ ഒറ്റ വചനം ബൈബിൾ പാണ്ഡിത്യമില്ലാത്ത, ബൈബിൾ എന്താ പറയുന്നത്, പാരമ്പര്യമില്ലാത്ത, ക്രിസ്തു വിശ്വാസത്തിലേക്ക് 1-2 ദിവസം കൊണ്ട് വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പോലും ഇത് പ്രതിഫലിക്കുന്ന രീതിയിൽ വന്നെങ്കിൽ, ഇത്രയും കാലഘട്ടം വിശ്വാസികളായിരുന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ലഭിക്കാത്തതിന്റെ കാരണം നമ്മുടെ അകത്തെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. നമ്മൾ വേലി കെട്ടുന്നില്ല. ഹല്ലേലൂയ. അധികാരത്തിന്റെ വേലികളുണ്ട്. അധികാരത്തിന്റെ വേലി നമ്മൾ കെട്ടണം. നോക്കിയേ, ഈ വാക്ക് നോക്കിക്കേ. യേശു ക്രിസ്തു വന്നിട്ട് പറയുന്നു, എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത്?
പുതിയൊരു ഉപദേശം. അപ്പൊ ഈ പുതിയ ഉപദേശം പഠിക്കണം. പുതിയ ഉപദേശം, യേശുവിന്റെ ഉപദേശത്തിന്റെ അത് ഒത്തിരി പ്രത്യേകതയുണ്ട്. യേശു പുത്രനാണ്. യേശു സംസാരിക്കുന്നത് പുത്രന്മാരോടാണ്. പുത്രന്റെ അധികാരത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് മുഴുവൻ. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാൻ 1 നമ്മൾ വായിച്ചതുപോലെ യേശുവിനെ കൈക്കൊള്ളുന്നത് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാണ്. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ദൈവമക്കളാണെങ്കിൽ ആദ്യം മനസ്സിലാക്കണം, പിശാചിന്റെ തലയ്ക്ക് മീതെയാ ഞാൻ. അവന്റെ അധികാര മണ്ഡലത്തിന്റെ മീതെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കൽപ്പിച്ചാൽ അവൻ അനുസരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണമേ. എന്നാൽ നമ്മൾ കേട്ട പല ഉപദേശങ്ങളും ഈ പുത്രന്റെ ഉപദേശമല്ല. അത് ഞാൻ പറഞ്ഞു തരാം. പലപ്പോഴും നിങ്ങൾക്കകത്തൊരു ഭയപ്പാട്, പല ആൾക്കാരും പറയും, ബ്രദറെ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരും എനിക്കെതിരെ പ്രവർത്തിക്കുന്ന എതിർ പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഫുൾ ലിസ്റ്റ് ഉണ്ട്. നമുക്കെതിരെ പ്രാർത്ഥിക്കുന്നവന് വിരോധമായിട്ടുള്ള, എപ്പോഴും ഓർത്തോണം, പ്രാർത്ഥനയ്ക്ക് വിരോധമായി സാത്താൻ പ്രവർത്തിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾ അധികാരത്തിന്റെ വേലി കെട്ടണം. എന്താണ് ഒന്നാമത്തെ അധികാരത്തിന്റെ വേലി എന്ന് പറഞ്ഞാൽ? ആദ്യം മനസ്സിലാക്കണം, 1, പിശാചിന്റെ മീതെ എനിക്ക് അധികാരമുണ്ട്. 2, വചനം കൊണ്ട് വേലി കെട്ടണം. എങ്ങനെയാ വചനം കൊണ്ട് വേലിട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരനർത്ഥവും എനിക്ക് വരികയില്ല, ഒരു ബാധയും, സങ്കീർത്തനത്തിൽ വാക്യമാണ്, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല. അപ്പൊ ബാധയെന്ന് പറഞ്ഞാൽ പലതരം ബാധയുണ്ട്. രോഗബാധകൾ, പൈശാചിക ബാധകൾ, പ്രതികൂലങ്ങളെ കൊണ്ടുവരുന്ന ബാധകൾ, പ്രതിസന്ധി കൊണ്ടുവരുന്ന ബാധകൾ. ആദ്യം നിങ്ങൾ വേലി കെട്ടണം. അധികാരം കൊണ്ട് വേലി കെട്ടണം. അപ്പൊ ഒരാൾ വന്നിട്ട് പറയുകയാണ്, സഹോദരി, ഞാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സാത്താന്റെ ഒരു പ്രവൃത്തിയെ കാണുന്നല്ലോ, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത് തകർക്കാൻ വേണ്ടി ഒരു പ്രവൃത്തിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നല്ലോ, അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു അനർത്ഥം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ചാടിക്കേറി, എന്നാ ബ്രദറെ ആമേ എന്ന് പറഞ്ഞ് പോകരുത്. ഉടനെ നിങ്ങൾ ആ വേലി ഒന്ന് മുറുക്കണമേ. ഇല്ല 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 ഇല്ല, ഒരനർത്ഥവും എനിക്ക് വരികയില്ല, ഒരു ബാധയും എൻ്റെ കൂടാരം. നോക്കി, കൂടാരം എന്ന് പറഞ്ഞാൽ ഭവനം. അപ്പൊ അധികാരം കൊണ്ട് നമുക്ക് വേലി കെട്ടാൻ പറ്റും. നമ്മുടെ നന്മകളെല്ലാം പറയണം. എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാത്തു പരിപാലിക്കേണ്ടതിന് എൻ്റെ ദൂതന്മാർ എൻ്റെ കൂടെയുണ്ട്. അപ്പൊ ദൂതന്മാർ എന്നെ തൊട്ടാൽ ദൂതന്മാർ പ്രതികരിക്കും. നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. ദൈവത്തിന്റെ ദൂതന്മാരെ ആക്ടിവേറ്റ് ചെയ്യണം. ദൈവത്തിന്റെ ദൂതന്മാർക്ക് അറിയാവുന്ന ഭാഷ വിശ്വാസത്തിന്റെ ഭാഷയാണ്. നിങ്ങൾ അവരെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പറയണം. ഈ വചനം കൊണ്ട് നാം വേലി കെട്ടുമ്പോൾ തന്നെ ദൂതന്മാരുടെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ തുടങ്ങും. ആമേൻ. എൻ്റെ എല്ലാ വഴികളിലും, നോക്കിക്കാ വാക്ക് കണ്ടോ, എൻ്റെ എല്ലാ വഴികളിലും, ഞാൻ പോകുന്ന വഴികളിൽ എന്നെ ആക്രമിക്കാൻ നിൽക്കുന്നവർക്ക് മുമ്പിൽ എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന്, എന്നെ സൂക്ഷിക്കേണ്ടതിന് കർത്താവ് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കും. അടുത്തത്, എൻ്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ എൻ്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. അനർത്ഥം എനിക്ക് ഭവിക്കുകയില്ല. കാര്യം എന്നറിയാവോ? എൻ്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് കർത്താവ് എൻ്റെ ഉള്ളംകരത്തിൽ വഹിച്ചിരിക്കുന്നു. കണ്ടോ? ഇനി ഇത്രയും പ്രസംഗം നിങ്ങൾ കേട്ടെന്നിരിക്കട്ടെ. ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം പറയുകയാണ്, ആരെങ്കിലും പറയുക, ഇനി ബ്രദറെ, ഇനിയിപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ എന്നെ ഒരാൾ തകർത്ത് കളഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ആ വേലിക്കകത്തൊരു വാതിൽ വെക്കുക. ശ്രദ്ധിച്ചോണേ. ഇതാണ് നമ്മുടെ വാക്കുകൾ വിശ്വാസ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യോബ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. കണ്ടോ? യോബിന്റെ അകത്തൊരു ഭയം, ദൈവം നന്മ കൊണ്ട് ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുക. യോബിനെ തലമുറകളെ നിറയ്ക്കുമ്പോൾ യോബ് രഹസ്യത്തിൽ ഒരു കാര്യം പറയുകയാണ്, എൻ്റെ ഭയം എന്നാന്ന് പറയും, ഇതെല്ലാം നഷ്ടപ്പെടും. അവസാനം യോബ് പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. കണ്ടോ എന്നെ യോബെ തിരുത്താഞ്ഞത്? അങ്ങനെ ഭയം വന്നപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, കർത്താവ് യഹോവ ദൈവം എന്നെ നോക്കിക്കോളും? യോബിനകത്ത് ഭയമുണ്ടായി. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? ഈ ഭയമാണ് പിശാചിന്റെ കോൺഫിഡൻസ്. കർത്താവെ വേലി പൊളിക്ക്. അവന്റെ അകത്ത് ഇപ്പോഴൊരു ഭയം വ്യാപരിക്കുന്നുണ്ട്, ഇതെല്ലാം കളയുന്നു. കണ്ടോ?
അതുകൊണ്ടാണ് ഒരേ വായിൽ നിന്നും ജീവനും കയ്പും മധുരമുള്ള വാക്കുകൾ വരരുത് ഉറവിൽ നിന്നും. ശ്രദ്ധിച്ചോണം നിങ്ങൾ. പലപ്പോഴും ദൈവവചനവുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യുമ്പോൾ ഈ വചനത്തിനൊരു സ്വഭാവമുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഇവിടെ നോക്കിക്കേ, ഈ കാലഘട്ടത്തിൽ സുവിശേഷ വിരോധികൾ വരുമ്പോൾ അധികാരത്തോടെ കൽപ്പിക്കണം. സുവിശേഷ വിരോധികളോട് കൽപ്പിക്കണം, യേശുവിന്റെ നാമത്തിൽ ദൈവം തന്ന നന്മകളെ തൊടുവാൻ നിന്റെ കൈ യേശുവിന്റെ നാമത്തിൽ ഞാനിന്ന് ബ്ലോക്ക് ചെയ്യുമെന്ന് പറയണം. എനിക്ക് തോന്നുമ്പോൾ വലിയ സങ്കടം തോന്നി. കാരണം വെച്ചാൽ നമ്മളെപ്പോലെ ആൾക്കാർ സ്വോത്രകാഴ്ച കൊടുത്ത് ലഭിക്കുന്ന ജോലിയിൽ നിന്നും മാറ്റിവെക്കുന്ന ഓഹരികൾ, അത് ദശാംശമായിട്ടും സ്വോത്രകാഴ്ചകളുമായിട്ടും നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി കിട്ടുന്ന നന്മകൾ സുവിശേഷ വേലയ്ക്ക് വിതച്ച് ദൈവദാസന്മാര് നല്ല വില കൂടി, എനിക്ക് തോന്നുന്നു 5-6 ലക്ഷം മുകളിൽ, 5-6 ലക്ഷം ഒന്നും അല്ല, നല്ല വിലയുള്ള വണ്ടി അത് മേടിച്ച് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി വിതയ്ക്കുമ്പോൾ വഴിയേ പോകുന്നവന് തല്ലിപ്പൊട്ടിക്കാനുള്ളതല്ല, എന്റെ താഴെ സങ്കടത്തോടെ കമന്റ് ഇടാൻ വേണ്ടി ഉള്ളതല്ല. കൽപ്പിക്കണം, യേശുവിന്റെ നാമത്തിൽ എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. സുവിശേഷത്തിന് വേണ്ടി വിതച്ചത് 100 മേനി കൊയ്യാനുള്ള വണ്ടിയാണ് അവർ തകർത്ത് കളയുന്നത്. ഞാൻ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയപ്പോഴാണ് പറഞ്ഞത്. ഇന്ന് സഭ ഉണരണം. യേശുവിന്റെ അധികാരം കണ്ടില്ലേ? അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി രോഗാത്മാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ കയറി. യേശു വന്നിട്ട് എന്റെ കർത്താവെ പാപം എന്നാ വിഷയമെന്ന് കർത്താവ് അവിടെ സങ്കടപ്പെടുവല്ല. കർത്താവ് ഉടനെ കൽപ്പിക്കുക, ദുഷ്ടപിശാചേ ഇറങ്ങിപ്പോ, നോക്കി അവനോട് വിട്ടുപോ എന്ന് പറഞ്ഞു. കണ്ടോ, വിട്ടുപോ എന്ന് പറഞ്ഞു. ഉടനെ സാത്താൻ എന്ത് ചെയ്തു? അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി. കണ്ടോ, വിട്ടുപോയി. ഇപ്പൊ ഓടിക്കാൻ എന്നോട് പറഞ്ഞാലേ പോകത്തുള്ളൂ എന്ന് പറ. അപ്പൊ ഇനി മുതൽ സുവിശേഷ വിരോധികളുടെ മേൽ അധികാരത്തോടെ കൽപ്പിക്കണം. പോയാ പോട്ടെന്ന് പറഞ്ഞിരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ദൈവവചനത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങി വരുന്ന സകല കോട്ടകളെയും എല്ലാ ദുരാത്മാവിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകുന്നു പറയണം. ആമേൻ, 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 ആമേൻ. അധികാരത്തോടെ ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഉയർന്നു പൊങ്ങി വരുന്ന സകല ദൈവവചനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന വിഷയങ്ങൾ. എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനമില്ല, എപ്പോൾ നോക്കിയാലും അടിയും വഴക്കുക, ഞാനും മക്കളും തമ്മിൽ ചേരുന്നില്ല, ഭർത്താവും ഞാനും തമ്മിൽ ചേരുന്നില്ല, കുടുംബത്തിൻ്റെ അകത്ത് മുഴുവൻ മദ്യപാന വിഷയങ്ങളും ഒക്കെയാണ്. കർത്താവ്, ഞങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞു കരഞ്ഞു മടുത്തു, അപേക്ഷിച്ചു മടുത്തു. ബ്രദറെ, ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒരു മാറ്റം കാണുന്നില്ല. ഞാൻ പറയുന്നു, പുത്രന്റെ അധികാരം എവിടെ? പുത്രന്റെ അധികാരം എവിടെ? തെളിവ് ഞാൻ പറയാം, ആ വാക്യം നിൽക്കാൻ പറ്റും. യേശുക്രിസ്തുവും ശിഷ്യന്മാരും പടകിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല യാത്രയായിരുന്നു. പെട്ടെന്ന് പടക് അങ്ങോട്ട് ഇളകാൻ തുടങ്ങി. കാറ്റിന്റെ സ്വഭാവം കാണിക്കുക, കടലിനെ അങ്ങോട്ട് തൊടാൻ തുടങ്ങി. കടല് വന്നിട്ട് മീൻ പിടിക്കാൻ കഴിവുള്ള, ജനിച്ച കാലം മുതലേ കടലുമായിട്ട് ബന്ധമുള്ള ശിഷ്യന്മാര് പേടിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കി. നീന്തൽ അറിയാത്ത ഞാനോ നിങ്ങളോ ചിലപ്പോൾ വെള്ളത്തിൽ ചാടിയെ പേടിക്കുമായിരിക്കും. എന്നെ കയറ്റി ഇപ്പൊ ബോട്ടെ കയറ്റി വിട്ടാൽ പെട്ടെന്ന് കാറ്റടിച്ചാൽ എനിക്ക് പേടിയ കാര്യം എന്തുവാ? നീന്തൽ അറിയാത്തതുകൊണ്ട് പേടിക്കുമായിരിക്കും. പക്ഷെ കടലുമായിട്ട് ബന്ധമുള്ള ശിഷ്യന്മാര് പേടിക്കണമെങ്കിൽ എന്നാ കാറ്റും കൂളുമായിരിക്കും. ഭയങ്കര ബഹളം. ശിഷ്യന്മാര് പഠിച്ച പണി 18 നോക്കി കാറ്റിന്റെ എതിരെ ഒന്ന് പിടിച്ചു നിർത്താൻ. ഉടനെ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നീ കാണുന്നില്ലേ? യേശുവിനെ ഉണർത്തി. തമ്പുരാൻ ചാടി എണീറ്റു. യേശുവിന്റെ ആദ്യ ഉത്തരം എന്നാന്നറിയാവോ? ഭയപ്പെടേണ്ട എന്നല്ല പറഞ്ഞത്. എന്നാ പറഞ്ഞത്? ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? യേശു എന്നാ പറഞ്ഞത്? ഭയപ്പെടണം എന്നാണ് പറഞ്ഞത്. ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നാ വിളിച്ചത് അവരെ? കണ്ടോ, അല്പവിശ്വാസികളെ. അപ്പൊ എന്റെ ചോദ്യം, കർത്താവെ പേടിച്ച് പാനിക്കായിട്ട് നിൽക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാരെ ഒരു ആശ്വാസപോക്ക് പോലും പറയാതെ, യേശുവെ അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കർത്താവ് പറയും, ഞാൻ കുറച്ചു മുമ്പെയാണ് അധികാരത്തിന്റെ ശുശ്രൂഷ പ്രസംഗിച്ചത്. മലമേലിരുന്നു കൊണ്ട് പ്രസംഗിച്ച പ്രസംഗം. അവിടെ ഇരുന്നുകൊണ്ട് സ്വോത്രവും ഹാലേലൂയയും പറഞ്ഞ് ആമേൻ പറഞ്ഞ് ചാടി പിടിച്ച് ആൾക്കാർ എന്ത് ചെയ്തു? നോക്കിക്കേ, 37-ാമത്തെ വാക്ക് കണ്ടോ? യേശു അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങിയായിരുന്നു. ലൂക്കോസ് 4:38. അവൻ ഉണർത്തി, ഗുരുവേ, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനെ അനങ്ങാതിരിക്കാന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾ ഇപ്പോഴും വിശ്വാസമില്ലയോ? ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ലൂക്കോസിലെ കറക്റ്റായിട്ടുള്ളത്, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ലൂക്കോസിലേക്ക് വന്നല്ലേ? വിശ്വാസം, വേർ ഈസ് യുവർ ഫെയ്ത്ത്?
എവിടെ നിങ്ങളുടെ അധികാരം? കണ്ടോ? വിശ്വാസികൾ അനുദിന ജീവിതത്തിന്റെ അകത്ത് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മറുപടി ഇതാ, വേർ ഈസ് യുവർ ഫെയ്ത്ത്? ലൂക്കോസിൽ അത് കറക്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് യേശു ക്രിസ്തു ചോദിക്കുകയാണ്, നിന്റെ വിശ്വാസം എവിടെ? കണ്ടോ? വിശ്വാസം എവിടെ? ലൂക്കോസ് 8:22 അല്ലേ? ലൂക്കോസ് 8:22 വാക്യം. അപ്പൊ എന്റെ വിശ്വാസം എവിടെയെന്ന് ചോദിക്കുന്ന ഒരു യേശു. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ അധികാരത്തെ ഉപയോഗിക്കണം. ആരാധന സ്വാതന്ത്ര്യം നമുക്ക് വേണം. കുടുംബത്തിൽ തലമുറകളുടെ നന്മ വേണം. അതിന് വിരോധമായി പൊങ്ങി നിൽക്കുന്നതിന്റെ മുമ്പിൽ പോയതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പകരം അധികാരത്തോടെ എന്ത് ചെയ്യണം? കൽപ്പിക്കണം. ഹല്ലേലൂയ. അധികാരത്തോടെ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, നിങ്ങളുടെ വിശ്വാസം എവിടെ? ലൂക്കോസിന് സുവിശേഷം 8-ാം വാക്യം, വേർ ഈസ് യുവർ ഫെയ്ത്ത്? കണ്ടോ? കാറ്റിന്റെ മേലും കടലിന്റെ മേലുമുള്ള അധികാരം, പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരം, ദുരാത്മാക്കളുടെ മേലുള്ള അധികാരം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നാണെന്നറിയാവോ? പുത്രത്വം. ബ്രദർ, എനിക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ബൈബിള് കാണാപ്പാടം അറിയത്തില്ല ബ്രദറെ. ഇനി കാണാപ്പാടം അറിയാവുന്നതുകൊണ്ട് പിശാച് പോകത്തില്ല. അവൻ നോക്കുന്നത് അധികാരം. പുത്രനാണോ? ഇനി രണ്ടാമത്തെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഒന്ന് പുത്രത്വം, 2 വേലി കെട്ടണം നമ്മൾ. എന്റെ കൂടെ പറഞ്ഞ കേട്ടെ, ഗേറ്റ് ഇല്ലാത്ത വേലി കെട്ടണമെന്ന് പറ. ഗേറ്റ് ഇല്ലാത്ത വേലി ഗേറ്റ് ഉള്ള വേലിയാണ് ഭയങ്കര. അതുകൊണ്ട് പിശാച്, പൗലോസ് പറഞ്ഞ വാക്കുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്. കണ്ടോ? ഇടം കൊടുക്കാതെ വേലി കെട്ടണം. 2 തരത്തിൽ നിങ്ങൾ ആമേൻ പറയരുത്. ശ്രദ്ധിച്ചോണം. നമ്മൾ എല്ലാ പ്രസംഗത്തിനും ആമേൻ പറയുന്നവരാ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാറ്റിനാൽ ഉലയുന്ന തിരമാലയ്ക്ക് സമനാകരുതെന്ന് യാക്കോബിന്റെ പുസ്തകം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇത് ആദ്യ കാലഘട്ടത്തിൽ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ചിന്ത മൊത്തവും വേറെ പ്രസംഗം കേൾക്കരുതെന്നൊരാശയം അല്ല. ശ്രദ്ധിച്ചോണം, വിവേചിക്കണം നമ്മൾ വചനത്തെ. വേലിക്കകത്ത് ഡോറ് കെട്ടിയാൽ പലരും പറയും, ബ്രദർ എനിക്കിതൊക്കെ കാണാപ്പാടാ, ഒരിടത്തും മരത്തിൽ ഒരു ബാധ എന്നെ ഇവിടെ എടുക്കത്തില്ല, എന്നോട് എടുക്കുന്ന ശത്രുക്കളെ യഹോവനെ തോൽപ്പിക്കും, എനിക്ക് ബാക്കിയെല്ലാം കാണാപ്പാടാ. പക്ഷെ ബ്രദർ, എന്തുകൊണ്ട് ഈ പ്രശ്നം വരുന്നത്? വേലിക്കകത്ത് ഡോറ് വെച്ചത് കൊണ്ടാണ്. എന്താ ഡോർ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ മനസ്സിൽ ഇരിക്കെ തന്നെ കാറ്റും കടലും ഇളകുന്ന സമയത്ത് സംശയം വരും. യോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്താ ഇങ്ങനെ? കണ്ടോ? ഇത്രയും വിഷയം പറഞ്ഞിട്ടും യേശു എൻ്റെ കൂടെ പടകിലുണ്ടായിട്ട് ശിഷ്യന്മാർക്കൊരു ഭയം. പിന്നെ എന്തുകൊണ്ടാണ് കാറ്റിളകിയത്? കണ്ടോ? യേശു പടകിലുണ്ട് എന്നിട്ടും കാറ്റിളകി. യേശു പടകിലുണ്ട് എന്നിട്ടും എന്ത് ചെയ്തു? കടൽ ഇളകി. യേശു എപ്പോഴാണോ അധികാരം ഉപയോഗിച്ചത്, ഇതാണ് ആ വാക്ക്. മർക്കോസിന്റെ വാക്യത്തിലേക്ക് ഒന്ന് വന്നു നോക്കിയേ. യേശു പള്ളിയിൽ അവിടെ നിന്നുകൊണ്ട് വചനം പറഞ്ഞു. പിശാചിനൊരു കുഴപ്പമില്ല. യേശു അതിനെ ശാസിച്ചു, വിട്ടുപോയെന്ന് പറഞ്ഞു. 2 വാക്ക് നോക്കിക്കേ. അതിനെ ശാസിച്ചു, വിട്ടുപോയെന്ന് പറഞ്ഞു. അതുവരെ തണുപ്പടിച്ചിരുന്ന ആൾ ഇളകി അങ്ങോട്ട്. കണ്ടോ? അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. അധികാരമുള്ളവന്റെ അകത്ത് നിന്നും ചിലത് പുറത്തേക്ക് വരണം. ബ്രദർ, എൻ്റെ മൊത്തം ഫ്യൂച്ചറും ബ്ലോക്കായിരിക്കുക, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് വേഗത്തിൽ പ്രാർത്ഥിച്ചേ. ഞാൻ എളുപ്പ വഴി പറഞ്ഞു തരാം. കാറ്റിനോടും കടലിനോടും ശാസിക്ക്, യേശുവിന്റെ നാമത്തിൽ എനിക്ക് നന്മയ്ക്ക് വിരോധമായി പൊങ്ങി നിൽക്കുന്ന സകല പിശാചിന്റെ പ്രവൃത്തികളെയും സകല ബ്ലോക്കുകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ഞാൻ പുത്രനാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോക എന്ന് പറയുക. മനസ്സ് പറയും പോയില്ലെങ്കിലോ? വചനം പറയും പുത്രനാണോ? പോയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ സംശയിക്കണ്ട, നിങ്ങൾ പുത്രനാണ്. പുത്രൻ പറഞ്ഞാൽ പിശാച് കേൾക്കും. ഇത് മാത്രം മനസ്സിലുണ്ടായിരിക്കണേ. പുത്രൻ പറഞ്ഞാൽ പിശാച് കേൾക്കും. പുത്രൻ പറഞ്ഞാൽ പിശാച് കേൾക്കും. പുത്രൻ പറഞ്ഞാൽ പിശാച് കേൾക്കും. ഇത് മനസ്സിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, പുത്രൻ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല. മെച്യൂരിറ്റി വേണം. അതിനെങ്ങനെ മെച്യൂരിറ്റി കിട്ടുന്നത്? വചനങ്ങളെ, നന്മ തിന്മകളെ കുറിച്ചുള്ള വചനങ്ങളുടെ അറിവ്. ഏതാണ് ഫേക്ക്, ഏതാണ് ഒറിജിനൽ? നമുക്കൊരു അറിവുണ്ടായിരിക്കണം. എപ്പോഴൊരു അറിവുണ്ടായിരിക്കണം.
ഇപ്പൊ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഞാൻ അതെങ്ങനെ നമുക്ക് ആത്മതലത്തിൽ നിന്ന് മറ്റൊന്നിനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമുക്കൊരു ഒരു തലത്തിൽ നിന്നും സ്പിരിച്വൽ തലത്തിൽ റലത്തിൽ മൂവ് ചെയ്യുന്ന ഒന്നിനെ നമ്മുടെ ഭൗതിക തലത്തിലേക്ക് നമ്മൾ റിയാലിറ്റിയിലേക്ക് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തുകയാണ്. നമ്മളതിനെ റിലീസ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. യേശു ക്രിസ്തു കനാവിലെ കല്യാണ വീട്ടിൽ വന്നു, അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി. ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി എളുപ്പമാണ്. വെള്ളത്തിൻ്റെ അകത്തോട്ട് ഏതെങ്കിലുമൊക്കെ ഡൈല്യൂട്ട് ചെയ്താൽ വീഞ്ഞായിട്ട് മാറും അല്ലേ? വീഞ്ഞല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഫേക്കാണ്, ഒറിജിനൽ അല്ല. യേശു ചെയ്തത് വെള്ളം കൊണ്ടുവച്ചു, അവിടെ വെള്ളം മാത്രമാണുള്ളത്, വീഞ്ഞിനെ വിളിച്ചു വരുത്തി. അപ്പൊ വീഞ്ഞ് എവിടെ ഇരുന്നു നമുക്കറിയത്തില്ല. ഈ മേൽത്തരമായ വീഞ്ഞ് എവിടുന്ന് വന്നു എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ വന്നു എന്നത് സംഭവമാണ്. ഇനി ചോദ്യം, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു? ഇതാണ്. ഈ വീഞ്ഞ് എവിടെ ഇരുന്നു, ഈ വീഞ്ഞ് എങ്ങനെ വന്നു, നമുക്കത് കാണാൻ പറ്റുന്നില്ല. യേശു ഒറ്റ വാക്കേ പറയുന്നുള്ളൂ. ആ വരുന്ന ബാല്യക്കാട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാത്രത്തിലോട്ട് കോരി വെക്കാൻ പറഞ്ഞു. അവർ കോരി വെച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വീഞ്ഞായിട്ട് മാറി. ഇതിനിടയിൽ എന്തു സംഭവിച്ചു എന്ന് നമുക്ക് എഴുതുന്നില്ല, വായിക്കുന്നില്ല. ഇനി യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ വഴി നമുക്ക് മനസ്സിലാകും. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ മുഴുവനും യേശു യൂസ് ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു വരുത്തുക. കാറ്റേ അടങ്ങുക എന്ന് പറഞ്ഞപ്പം കാറ്റടങ്ങി. കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പം കടല് ശാന്തമായി. ഇനി ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? വെളിച്ചം ഉണ്ടാകട്ടെ. കണ്ടോ? അപ്പൊ പുറത്താക്കാനും വിളിച്ചു വരുത്തുവാനും ദൈവത്തിന്റെ അകത്തിരിക്കുന്ന അധികാരം യേശുവിന്റെ മേൽ റിഫ്ലക്ട് ചെയ്ത് പുത്രത്വത്തിലൂടെ. ഇതേ അധികാരം യോഹന്നാൻ 1 വായിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന യേശുവിനെ കൈക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. കണ്ടോ? അപ്പൊ വിളിച്ചു വരുത്തുവാനും പുറത്താക്കാനും അധികാരമുണ്ട്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, വിളിച്ചു വരുത്തുവാനും പുറത്താക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറ. വിളിച്ചു വരുത്തുവാനും പുറത്താക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഇതിനിടയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതായി വിഷയം മൊത്തം. ഈ അധികാരമുള്ളവർ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് വിഷയം. അപ്പൊ ബ്രദറെ, പ്രാർത്ഥന തെറ്റാന്നാണ് ശ്രദ്ധിച്ചു പറയാം. ഇവിടെ കുഴയ്ക്കുന്ന ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ യേശു അധികാരം തന്നു കാറ്റിന്റെ മേലും കടലിന്റെ മേലും. കാറ്റടിച്ചു, കടലിളകി. ശിഷ്യന്മാർ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കുക, എന്റെ ദൈവമേ, ഈ കാറ്റിനെ ഒന്ന് അടക്കണവേ, കടലിനെ ഒന്ന് അടക്കണവേ, എന്റെ കർത്താവ്, ഞാൻ കര പറ്റാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പൊ ബൈബിള് പറയുന്നത് കരുണ തോന്നേണ്ടത് എന്ത് ചെയ്യത്തുള്ളൂ? കരുണ തോന്നത്തുള്ളൂ. അപ്പൊ അവിടെ കരുണയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേക്കും കടൽ മുങ്ങിപ്പോവും. എന്നാൽ അതേ സ്ഥാനത്ത് നോക്കിക്കേ, അതേ സ്ഥാനത്ത് പ്രാർത്ഥനയ്ക്ക് പകരം യേശുവിന്റെ നാമത്തിൽ കാറ്റിനെ നോക്കുമ്പോൾ കാറ്റിന്റെ വലിപ്പം കാണരുത്, പ്രതിസന്ധിയുടെ വലിപ്പം കാണരുത്. പകരം നിങ്ങളുടെ അകത്തിരിക്കുന്ന അധികാരം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തെക്കാൾ വലുതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതിസന്ധിയേക്കാൾ എനിക്ക് അധികാരമുണ്ട്. എൻ്റെ കൂടെ പറ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രതികൂലത്തെക്കാൾ എനിക്ക് അധികാരമുണ്ടെന്ന് പറ. വലിയ പ്രതികൂലത്തെക്കാൾ എനിക്ക് അധികാരമുണ്ട്. എൻ്റെ വിഷയങ്ങളെക്കാൾ, എൻ്റെ വലിയ വിഷയത്തെക്കാൾ എനിക്ക് അധികാരമുണ്ട്. എൻ്റെ പ്രശ്നങ്ങളെക്കാൾ എനിക്ക് അധികാരമുണ്ട്. എൻ്റെ പ്രശ്നങ്ങളുടെ വലിപ്പത്തെക്കാൾ എനിക്ക് അധികാരമുണ്ട്. ഈ അറിവാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഈ അറിവിന്റെ അകത്ത് നിന്നുകൊണ്ട് കൽപ്പിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ദുരാത്മാക്കൾ വിട്ടുപോകുന്നത്. ദുരാത്മ ശക്തികൾക്ക് മനസ്സിലായി നിങ്ങൾ നിസ്സാരക്കാരനല്ല, എന്നേക്കാൾ ശക്തൻ എന്നുള്ള ബോധം അവന്റെ അകത്തുണ്ടായി. ആമേൻ. ഒരു രാജാവിന് പുത്രനുണ്ടെന്ന് വിചാരിച്ചോട്ടെ, രാജകുമാരൻ എന്ന് വിളിക്കുന്നത് അല്ലേ? രാജാവിന് എത്ര അധികാരമുണ്ടോ അത് മുഴുവനുമുള്ള അധികാരമാണ് രാജകുമാരൻ. പക്ഷെ രാജകുമാരൻ LKG പഠിക്കുവാണെങ്കിലോ എന്നാ കുഴപ്പം? LKG പഠിക്കുന്ന രാജകുമാരൻ വന്നിട്ട് എതിർ സൈന്യത്തിന്റെ മുമ്പിൽ പോയിട്ട് എനിക്ക് ആപ്പിള് വേണം, പാല് വേണം, ചോറ് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവർ ചിരിക്കുമല്ലേ? ഇത് തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെച്യൂരിറ്റി ഇല്ല. 40 വർഷമായി വിശ്വാസം വന്നിട്ട് ഇപ്പോഴും LKG കയറിയിട്ടില്ല. ആമേൻ. വളരണം, കൽപ്പിക്കണം. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ചോദ്യചിഹ്നമുണ്ടല്ലോ, ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ട് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ അധികാരം എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ. ആ അധികാരത്തോടെ ഞാൻ കൽപ്പിച്ചാൽ എൻ്റെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരും. കൽപ്പിച്ചോണ്ടേയിരിക്കണം.
കൽപ്പിക്കണം, കൽപ്പിക്കണം, കൽപ്പിക്കണം യേശുവിന്റെ നാമത്തിൽ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ പുത്രന്റെ അധികാരം, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. അപ്പൊ ഈ ദിവസങ്ങളിൽ സുവിശേഷ വിരോധികൾ നിങ്ങളെ ഈ ലോകത്തിൽ ആക്രമിക്കാൻ വരും. അത് കാണുമ്പോൾ ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടാൻ പോകരുതേ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്ക്. ആ തല്ലി പൊട്ടിക്കാൻ വേണ്ടി കൈപൊക്കി വന്നവനെല്ലാം നാളെ മുതൽ ഹല്ലേലൂയ പറയുന്നവരായി മാറും. ഞാൻ യേശുവിന്റെ നാമത്തിൽ അവകാശമാക്കി ചോദിക്കുന്നു പറ. മദ്യപാനിയായ ഭർത്താവ് നോക്കിയിട്ട് പ്രവചിച്ച് യേശു അത് കർത്താവേ, ഇന്ന് മദ്യപാനം കൊണ്ട് എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഭർത്താവായിക്കോട്ടെ, തലമുറയായിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക. എൻ്റെ ഒപ്പം അവർ ആരാധനയ്ക്ക് വരും. എൻ്റെ ഒപ്പം മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ വിട്ട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചോ അങ്ങോട്ട്. കൽപ്പിക്കണം, കൽപ്പിക്കണം, കൽപ്പിക്കണം. ഞാൻ ഇരിക്കുന്ന രാജ്യത്ത് ആരെങ്കിലുമൊക്കെ പറയുവാണ്, വലിയ പലരും പറയും ബ്രദറെ, ഈ പ്രത്യേകിച്ച് ഓരോരോ കമ്പനികളിൽ ഓരോ രാജ്യത്ത് വിസ പ്രോബ്ലംസ് വരുമ്പോൾ പല ആൾക്കാരും ഭാരപ്പെടും. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആമേൻ, ദുഷ്ടന്റെ സമ്പത്ത് നീതിമാന്റെ അവകാശമാണ്. ഏത് രാജ്യത്ത് ചെന്നാലും പറയണം, ഈ രാജ്യത്ത് ഞാൻ ഫലം കായ്ക്കും, ഈ രാജ്യത്ത് ഞാൻ യേശുവിന്റെ നാമത്തിൽ നന്മ കാണും. ഇവിടെ എന്തെല്ലാം ബ്ലെസ്സിങ്ങുകളുണ്ടോ അതെല്ലാം ഞാൻ വിളിച്ചു വരുത്തുന്നു എൻ്റെ ഭവനത്തിലേക്ക്. കണ്ടോ? കൽപ്പിക്കണം, കൽപ്പിക്കണം. ഈ 2 അധികാരം കൊണ്ട്, 1 നിങ്ങൾ വേലി കെട്ടണം, 2 കൽപ്പിക്കുക, വിളിച്ചു വരുത്തുക. ഇതാണ് പുത്രന്റെ അധികാരങ്ങൾ. വേലിക്കകത്ത് ഡോറ് കെട്ടാൻ പോരുത്. ദുരുപദേശങ്ങൾ തലയ്ക്കകത്തോട്ട് കേട്ടരുത്. യൂട്യൂബിൽ കേൾക്കുമ്പോൾ നല്ല തോന്നല, എൻ്റെ വിഷയമായിട്ട് ഭയങ്കര സാമ്യമുണ്ടല്ലോ. ഉടനെ ആ ദേവദാസം പറയുക, ആ വലിയ പിശാച് കയറിയിരിക്കുക എൻ്റെ അകത്തോട്ട്. ആമേൻ, ആമേൻ പറ, കൈയടിക്കാൻ പോകരുത്. ഉടനെ പറ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല, ഞാൻ ദൈവത്തിന്റെ പുത്രൻ. ഇത് പറയുമ്പോൾ തന്നെ പിശാച് വിറയ്ക്കും. നമ്മൾ പറയും ദാസനാണ്, പൊടിയാണ്, ഞാൻ പുഴുവാണ്, ഏഴയാണൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര വലിയ പ്രാർത്ഥനയൊക്കെയാ. എൻ്റെ പ്രിയരെ, നിങ്ങൾ പിശാചിനേക്കാൾ താന്ന് പൊക്കോണ്ടിരിക്കുക. അവന്റെ തലയ്ക്ക് മീതെ കയറി വാ, ഞാൻ പുത്രനാണ്. ഓ, പിശാചുക്കൾ അലറി വിളിക്കുന്ന യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ച അതേ പുത്രത്വം എൻ്റെ മേൽ കൈമാറിക്കുന്നത് യോഹന്നാൻ 1-ാം അധ്യായത്തിലൂടെ. എൻ്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച യേശുവേ, പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്റെ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. കൽപ്പിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഭവനത്തിന്റെ അകത്തുനിന്നും ദുരാത്മ ശക്തികൾ വിട്ടുപോട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ കയറിക്കൂടിയ സകലതും ഇന്ന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വരാ. ഭവനത്തിന്റെ അകത്ത് നന്മ കയറാൻ വേണ്ടി പോകുക. എന്റെ ഭവനത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ വേണ്ടി പോകുക. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഓരോ ഭവനത്തിന്റെ മേൽ നിറയട്ടെ. എല്ലാവരും കൽപ്പിച്ചു, ഒന്ന് കൽപ്പിച്ച്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച്. ഓ യേശുവേ, ഓ യേശുവേ, ഇന്ന് ഭാവി തുറന്നു വരട്ടെ, ഭാവി തുറന്നു വരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. മാർച്ച് 13-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുള്ള ഭവനം, മാർച്ച് മാസം 13-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുള്ള ഭവനം, ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നു തമ്പുരാൻ ഉള്ളത്തിൽ പറയാം. മാർച്ച് മാസം 13-ാം തീയതി ജനിച്ചൊരു വ്യക്തിയുള്ള ഭവനം. ഓ യേശുവേ, ഇന്ന് ആ ഭവനം ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. ഓ യേശുവേ, ബാക്കിയുള്ളവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇന്ന് ദൈവിക ആലോചന സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തിയുമായിട്ട് ബന്ധം. സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റാം. ഇനി മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന കുടുംബത്തിൽ സാഹചര്യമുള്ളവരാണോ, ആരാധന സ്വാതന്ത്ര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പ്രതികരിക്കാം. ഇല്ലെങ്കിൽ അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണെ. മാർച്ച് മാസം 13-ാം തീയതി ജനിച്ച വ്യക്തിയുള്ള ഭവനം. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അനാവശ്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നവരുടെ ഒറ്റ കാര്യം ഞാൻ പറയാം, വേഗത്തിൽ ലെഫ്റ്റ് ചെയ്തോ പിന്നീട് യൂട്യൂബിൽ കേട്ടാൽ മതി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, ഞാൻ പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? മാർച്ച് 13 സിസ്റ്റർ ജനിച്ചത്. ഓ എന്റെ യേശുവേ, ഇന്ന് വലിയ കൃപ ഭവനത്തിന് മേൽ സംഭവിക്കുക കേട്ടോ.
ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഇന്ന് സംഭവിക്കുക. സിസ്റ്ററെ, ഈ ജനിച്ച ദിവസം എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിസ്റ്റർ? ഇല്ല ഇല്ല. ഓ, യേശുവിന്റെ വലിയ പ്രവൃത്തി ശരീരത്തിന് മേൽ സംഭവിക്കുക, ഭവനത്തിന് മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. എൻ്റെ ഉള്ളത്തിൽ തമ്പുരാൻ പറയും, ഇരുട്ട് മൂടി നിൽക്കുന്ന അന്തരീക്ഷങ്ങൾ മാറിയിട്ട്, ഓ കർത്താവെ, ഇന്ന് വലിയ തെളിഞ്ഞ വാനം തെളിയുന്നത് പോലൊരു കാഴ്ച ഞാൻ കാണുക. ഓ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഒരു ജേക്കബിന്റെ ഭവനത്തിൽ നിന്നും, ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ നിന്നും ഒരു നന്മയെ ദൈവം അയക്കാൻ വേണ്ടി കേൾക്കുന്നുണ്ട് സിസ്റ്ററെ? ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ആ വ്യക്തിക്ക് വേണ്ടി ഇന്ന് ദൈവം ഒരുക്കാൻ വേണ്ടി പോവാ. ആമേൻ. ഇന്ന് ഓർമ്മയിൽ അങ്ങനെ ഒരു കേൾക്കുന്നുണ്ടോ? ഓർമ്മയിൽ ഇങ്ങനെ ഒരു മമ്മിയുടെ സിസ്റ്ററിന്റെ ജേക്കബ് എന്ന് പറയുന്നു. സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ പേര് ജേക്കബ്. ഓ, ഇന്ന് ആ ഭവനത്തിൽ നിന്നും ദൈവം ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി ഒരുക്കാൻ, ഒരു വാർത്ത കേൾപ്പിക്കാൻ വേണ്ടി പോവാ. ഓ യേശുവേ, ദൈവാത്മാവിന്ന് ഇടപെടുക. 7 വർഷമായി തളം കെട്ടി നിന്നത്, 7 വർഷമായിട്ട് പല തവണ ഇങ്ങനെ ഒരു ആത്മീയ ഭാഷ കേൾക്കുക, പലതവണ ചാടിക്കിടക്കാൻ നോക്കിയിട്ടും കരകയറാൻ കഴിയാതെ 4 കോണും അടച്ച അവസ്ഥയിൽ നിന്നും ചാടിക്കിടക്കാൻ വേണ്ടി പോകുക ദൈവത്തിന്റെ ശക്തിയിൽ. 7 വർഷം ഈ ജേക്കബിന്റെ ഭവനത്തിൽ നിന്നും ദൈവം ഒരാളെ ഒരുക്കാൻ വേണ്ടി പോവാന്ന് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനെ പറയുക. ഇങ്ങനെ പ്രവചിച്ചു പറയാൻ വേണ്ടി പറയുക, ചാടിക്കിടക്കാൻ വേണ്ടി പോവുക. കുടുംബക്കാർ അതിശയിക്കുന്ന രീതിയിൽ നന്മയുടെ വാതിൽ തമ്പുരാൻ തുറക്കും. അതിന് കർത്താവ് പറയുന്നു, കുടുംബത്തിൽ 2 വ്യക്തികൾ ആള് മാറിയവരെ പോലെ ആയിത്തീരും. ഇത് ദൈവത്താൽ തന്നെയാണ് അവർ മാറിയെന്ന് പറയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാം അതുകൊണ്ടാണ് കർത്താവ് എന്നെ ഡേറ്റ് കാണിച്ചത്, ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചത്. പരിശുദ്ധാത്മാവെ, തീ കത്തട്ടെ ആത്മാവിന്റെ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്ന പാമേൻ പറഞ്ഞ സിസ്റ്ററെ ഒന്ന് സ്വീകരിച്ച് കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് സംഭവിക്കുക, വലിയ പ്രവൃത്തി സംഭവിക്കുക. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, ഇന്ന് അധികാരത്തോടെ കൽപ്പിച്ചേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1986 ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച ഒരു വ്യക്തി, ഒരു തലമുറ, ഒരു വ്യക്തിയുടെ മേൽ തമ്പുരാന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. 1986 ഓഗസ്റ്റ് മാസം ജനിച്ച ഒരു വ്യക്തിയെ ഓർത്ത് കണ്ണുനീരാണ് വരുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുഴുവൻ കണ്ണുനീരാണ്. ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ അകത്ത് മുഴുവൻ കണ്ണുനീര് കൊണ്ടുള്ള അവസ്ഥയാണ്. ഈ ദിവസങ്ങളിൽ ഭയങ്കരമായ ഭാരമാണ്. ആരും സഹായമില്ലാതെ, ആരും ഹെൽപ്പ് ചെയ്യാൻ കഴിയാതെ വല്ലാത്തൊരു സ്ട്രഗിലൂടെ കടന്നു പോവുകയാണ്, വല്ലാത്തൊരു വെല്ലുവിളിയുടെ കടന്നു പോവുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന കുടുംബമേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് തമ്പുരാൻ നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ തുണയായി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഞാൻ എബ്രഹാം എന്നൊരു പേര് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കാണുക. ആ കുടുംബത്തിന്റെ അകത്ത് എബ്രഹാം എന്നൊരു പേര്, അതാ അബ്രഹാം എന്നുള്ള ആ പേരിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ ശക്തി വെളിപ്പെടുക. ഇന്ന് കർത്താവിൻ്റെ ഉള്ളത്തിലേക്ക് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കണ്ണുനീരിന്റെ അവസ്ഥകൾ മാറാൻ വേണ്ടി പോവുക. എല്ലാ പ്രവൃത്തികളുടെ മേലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഈ പ്രവചനാലോചന സ്വീകരിച്ചോണേ. കണ്ണുനീരിനെ ദൈവം തുടച്ചു നീക്കിയിട്ട്, ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ കർത്താവ് ഇന്ന് അതിൻ്റെ മേലൊരു വഴി തുറക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. എൻ്റെ യേശുവേ, ആ കുടുംബത്തിന്റെ മേൽ കൃപ ജ്വലിക്കുന്നല്ലോ, കൃപ ജ്വലിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കും. ഈ ഭവനം എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ നിന്നും ഒരു മതിലാണ്. ഈ വഴിയുടെ ലെഫ്റ്റ് സൈഡ് ഞാനിപ്പോൾ കാണുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ
ലെഫ്റ്റ് സൈഡ്, എൻ്റെ കൈയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ആലോചന ഇടപെട്ട് സംസാരിക്കുന്നവരല്ലാതെ ബാക്കി എല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഈ എൻ്റെ കൈയുടെ ഇടതുവശത്തായിട്ട് ഒരു മതിൽ കാണുന്നു. റോഡ് സൈഡിൽ തന്നെയാണ്. ഇതൊരു റോഡിൽ നിന്നും അകത്തോട്ട് കയറി വരും, മെയിൻ റോഡിൽ നിന്നും അകത്തോട്ട് കയറി വരുന്ന ഒരു വഴിയാണ്. ആ വഴി കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്ത് ഈ ഒരു വീടിരിക്കുന്നത് ഒരു മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ട് എന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്നും നല്ല ഹൈറ്റിലേക്കാണ് ഈ മതിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. ആ വീട് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഒരു ചെറിയ വളവിന് മുമ്പായിട്ട് ഇടതുവശത്ത് ഗേറ്റ് തന്നെയുള്ള ഒരു വീട്, ഗേറ്റ് വെച്ചിരിക്കുന്ന ഒരു വീടുമുണ്ട്. ഈ കാണുന്ന ഈ പൊക്കത്തിരിക്കുന്ന വീട് വേണ്ടിയാണ് എന്നോട് ഇന്ന് സംസാരിക്കാനുള്ളത്തെ കർത്താവ് പ്രേരിപ്പിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് ഇങ്ങനെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ നിലവിളികൾ കേൾക്കുക, നിലവിളി കേട്ടുകൊണ്ടിരിക്കുക. ഭവനത്തിൻ്റെ അകത്തു നിന്നും ആത്മീയമായിട്ട് ഞാൻ നിലവിളികൾ കേൾക്കുക. നിലവിളി കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്നും ആ ഒരു സ്ഥലത്തെ കംപ്ലീറ്റ് ആയിട്ട് കയ്യിലോട്ട് കൊണ്ടുവരണമെന്ന് വാദിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയും ഒരു ഭവനത്തെയും കർത്താവ് എന്നെ കാണിക്കുക. എന്നാൽ തമ്പുരാൻ പറയുന്നു, ആ വ്യക്തിയുടെ മുമ്പിൽ തന്നെ നിങ്ങൾ ഫലം കായ്ക്കാൻ വേണ്ടി പോവുക. ഓ യേശുവേ, അവിടുന്ന് മാറണമെന്ന് തന്നെയാണ് ഇപ്പൊ മനസ്സ് പയ്യെ തീരുമാനിച്ചു വന്നുകൊണ്ടിരിക്കുക. എന്നാൽ എൻ്റെ ഉള്ളത് തമ്പുരാൻ പറയുന്ന അവിടുന്ന് ഫലം കായ്ക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാ. നിങ്ങൾ അവിടുന്ന് മാറണ്ട. ദൈവം നിങ്ങളെ അവിടെ ഉറപ്പിക്കാൻ വേണ്ടി പോവാ. കർത്താവിന്റെ പ്രവൃത്തി പറയാൻ വേണ്ടിയാണോ? യേശുവിന്റെ നാമത്തിൽ പറയാനുള്ളവർ മാത്രം മയക്കി മ്യൂട്ട് മാറ്റിക്കോണേ, അല്ലാത്തവരെല്ലാം മയക്കി പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ, പറയാൻ വേണ്ടിയാണ്. ഇന്ന് സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി. ആമേൻ പറഞ്ഞ ഏറ്റെടുത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി. ചിലരുടെ വാശികൾക്ക് മുമ്പിൽ തകരാൻ വേണ്ടി അല്ല തമ്പുരാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അവിടെ പ്രാർത്ഥനാ ശബ്ദം ഉയരും, ആ ഭവനത്തിൽ ആരാധന ഉയരും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ അറിഞ്ഞത് ആ ഭവനത്തിന്റെ അകത്ത് തകരാൻ വേണ്ടിയല്ല. ഇന്ന് തമ്പുരാൻ എന്നെ ആ വഴി കൊണ്ട് നിർത്തിയേക്കുമായിരുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ കൽപ്പിക്കുന്നപ്പോ വിട്ടുപോട്ടെ പിശാചിന്റെ പ്രവൃത്തികൾ ഭവനത്തിൽ. ആമേൻ ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ദുഷ്ട പിശാചിന്റെ ആശകൾ തകരും, അവന്റെ പ്രവൃത്തികൾ തകരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവേ, അങ്ങയുടെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പ. ഓ ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പ. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ എന്നോടുള്ളത് കർത്താവ് പറഞ്ഞു, റീനയുടെ ഭവനത്തിൽ ഒക്ടോബർ മാസത്തിൽ ജനനം സംഭവിച്ച ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് റീനയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ അന്തരീക്ഷം കർത്താവ് തുറക്കുക. ഇന്ന് ആ ഭവനത്തിന്റെ നിന്ദകളെ ദൈവം എടുത്തു മാറ്റുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. പ്രതിസന്ധികൾക്കകത്ത് തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ആ കുടുംബത്തിന്റെ നടുവിൽ, കുടുംബക്കാരുടെ നടുവിൽ കർത്താവിന്റെ വീര്യപ്രവർത്തികൾക്ക് വേണ്ടി ഇന്ന് തമ്പുരാൻ നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോവാ. ഓ യേശുവേ, അധികാരത്തോടെ എന്ന് കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആ ഭവനം സ്വീകരിച്ചോണേ. വെല്ലുവിളിച്ചവരുടെ നടുവിൽ തമ്പുരാൻ മാനിക്കാൻ വേണ്ടി പോകും. നമ്മൾ കർത്താവിനെ അറിഞ്ഞത് പരാജയപ്പെടാൻ വേണ്ടിയല്ല, ഉയരാൻ വേണ്ടിയാ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ സാക്ഷിയാക്കി തമ്പുരാൻ മാറ്റും. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ നന്ദി യേശുവേ. കർത്താവ് തരുന്ന എല്ലാ ദീർഘക്ഷമയ്ക്കുമായി നന്ദി പറയുന്നു. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. നിങ്ങൾ എന്നെപ്പോഴും പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഈ പ്രവചന ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾ എത്രത്തോളം ശുശ്രൂഷിക്കുന്ന ആളുകളെ അവർക്ക് വേണ്ടി നിങ്ങൾ സഹകരണത്തോടെ നിൽക്കുമോ. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പൗലോസിന് തോന്നി മുമ്പിലിരിക്കുന്ന വ്യക്തിയോട് ചാടി കാലൂന്നി എണീക്കാന്ന് പറയാൻ തക്കവണ്ണം അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോഴേ തോന്നി. ആമേൻ. അപ്പൊ ശുശ്രൂഷിക്കുന്നവർക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴേ ഒന്ന് തോന്നണം, കർത്താവേ, ആ വ്യക്തിയോട് ദൈവാത്മാവെന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിപ്പാനൊരു മനോഭാവം.
ആമേൻ ആമേൻ. യേശുവേ, പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നേ. അനാവശ്യമായിട്ടുള്ള ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കി. ഏറ്റവും നല്ല കാര്യം ഞാൻ പറയാം, ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കി, TV ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത്, കഴിയുമെങ്കിൽ ആ മുറിക്കകത്തൊക്കെ ഒന്ന് കയറി. ഇല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ആ വീടിനകത്ത് മുഴുവൻ ബ്രദറെ എനിക്ക് ഡിസ്റ്റർബൻസ് ആണ്, ടോയ്ലറ്റിലാണെങ്കിലും പോയി വാതിലടച്ചിരിക്കും. വീടിനകത്ത് ഒരു അന്തരീക്ഷം ഇല്ലാത്തവർ ഓടിപ്പോയി, ഇനി അവിടെ ആരും ശല്യത്തിന് വരത്തില്ലല്ലോ. ആ സമയത്തൊന്ന് പോയി കയറി, ഒന്ന് ഡിസ്റ്റർബൻസുകളിൽ നിന്നൊക്കെ അത് പുറത്ത് ചാടിക്ക്. എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവ്. എനിക്കറിയാം, ഇത് ദൈവാത്മാവ് ഒരു പ്രവചനാലോചന തരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡെലിവറൻസാണ് സംഭവിക്കുന്നത്, അറിയാവോ? ഒരു വിടുതലാണ് അവിടെ സംഭവിക്കുന്നത്. ഒരാലോചന വെളിപ്പെടുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു അത്ഭുതവും നിങ്ങളെ തടസ്സങ്ങൾ നീക്കുകയാണ് ദൈവം. അതെനിക്ക് അനുഭവം, അതിനെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ പ്രവചന ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളൊരു കാര്യം വെളിപ്പെടുമ്പോൾ, ഒരു വ്യക്തിയുടെ പേരോ അവരുടെ ഡീറ്റെയിൽസുകളോ കാര്യങ്ങളോ വെളിപ്പെടുമ്പോൾ ദൈവാത്മാവ് വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആ വ്യക്തിയുടെ വിഷയത്തോട് ദൈവം ഇടപെടുകയാണ്. ആ വ്യക്തിയോട് കർത്താവ്, അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ടായതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുകയാണ് ദൈവം ആ വ്യക്തിനെ. പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ പരിശുദ്ധ. എനിക്ക് അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഓവർഫ്ലോ, ആത്മാവിൽ അങ്ങനെ ഒരു പ്രേരണ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ മുമ്പോട്ട്, എനിക്കറിയാം ടൈം മുന്നോട്ട് പോയി, സമയം ഒത്തിരി മുന്നോട്ട് പോയിട്ടും പലപ്പോഴും ഈ പ്രേരണകൾ വരുന്നതുകൊണ്ടാണ് ദൈവാത്മാവിൻ്റെ ഉള്ളത്തിലൊരു പ്രവചനത്തിൻ്റെ തലത്തിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രേരണ ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. എൻ്റെ ഉള്ളത്തിലൊരു വ്യക്തി നടന്നു പോകുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഈ ദിവസങ്ങളിൽ നടക്കുവാണ്. ആ വ്യക്തി നടന്നു പോകുന്ന വഴിയിൽ ഈ റൈറ്റ് സൈഡിൽ ഈ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു മതിലുണ്ട്. ആ മതിൽ കടന്ന് ഈ വ്യക്തി നടന്നു പോകുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഈ വ്യക്തി കുറേ നടന്നു പോയതിനു ശേഷം ഒരു കടയിൽ കയറി അവിടുന്ന് അതേ ലെഫ്റ്റ് സൈഡിൽ തന്നെ ക്രോസ് ചെയ്യാതെ ഇതേ സ്ഥലത്തൂടെ തന്നെ നടന്നു പോകുന്ന വഴിക്ക് ഞാൻ കാണുന്നൊരു കാഴ്ച, ഇങ്ങനെ പോകുന്ന വഴി ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുക. കർത്താവെ, ഭാരത്തോടെ ആ കുടുംബത്തിൻ്റെ അകത്ത് തലമുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ദൈവസന്നിധിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഈ വഴി ചേഞ്ച് ആകാതെ തന്നെ ഈ വ്യക്തി അതേ നിരയിൽ തന്നെ നടന്ന് കുറച്ച് ദൂരം ചെന്നതിന് ശേഷം ഇടത്തോട്ട് തന്നെ കയറി ഭവനത്തിലേക്ക് പോയി ഞാൻ കാണുന്ന കാഴ്ച, കയറി അകത്തോട്ട് ചെന്ന് ഒരു ലൈറ്റ് ഇട്ട് അകത്ത് കയറി ഇരുന്ന് കുറച്ചു നേരം നിങ്ങൾ ആ കട്ടിലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ സംസാരിക്കുകയാണ്, ദൈവസന്നിധിയിൽ തലമുറകളെ വിട്ടുകൊടുക്കുക, ആ കുടുംബത്തിൻ്റെ അകത്ത് ഭാരങ്ങളെ വിട്ടുകൊടുക്കുക. കർത്താവ് ഇന്ന് ആ വ്യക്തിയോട് സംസാരിക്കുക. ഇന്ന് ആ വ്യക്തി ഏതാണോ, ഇന്ന് എവിടെ ഇരുന്നാണോ ഇത് കാണുന്നത് കേൾക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഭവനത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് സ്വന്തം കരവെടുത്ത് നെഞ്ചിലോട്ട് വെച്ചിട്ട് പറ, എൻ്റെ കർത്താവെ ആമേൻ പറഞ്ഞ് ഈ ആലോചന ഒന്ന് സ്വീകരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷ്യമാകും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാക്ഷ്യമാകും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ വ്യക്തി സ്വീകരിച്ചോ കേട്ടോ, ആ വ്യക്തി ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് ഇന്ന് വലിയ കൃപ കൊണ്ട് പൊതിയുക. ഈ ദിവസങ്ങളിൽ ഭയപ്പെട്ടതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം തമ്പുരാൻ ഇടപെടുക കേട്ടോ. ഓ യേശുവേ, കൃപ പെരുകുന്നല്ലോ. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ കേട്ടോ. കർത്താവ് വലിയ പ്രവർത്തികളെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോയി. ഇനി ഭാരം വേണ്ട. കർത്താവിൻ്റെ ഉള്ളത്തിൽ, ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ സുരക്ഷിതരാണ്. ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ പ്രവൃത്തികളെ അങ്ങ് ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നില്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ. അതോടൊപ്പം തന്നെ ആ വ്യക്തി സ്വീകരിച്ചോണേ. ഈ മ്യൂട്ട് മാറ്റുന്നവർ ശ്രദ്ധിക്കുക. ആലോചന സൂമിലാണ് ഇടപെടുന്നതെങ്കിൽ മ്യൂട്ട് മാറ്റി ആമേൻ പറയാം. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. അതുപോലെ തന്നെ ഈ സോബിൻ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ളത്തിൽ പറയാം. സോബിന് വേണ്ടി തമ്പുരാൻ തൻ്റെ പ്രവൃത്തി അയക്കാൻ വേണ്ടി പോവാണ്. സോബിനുമായിട്ട് ബന്ധപ്പെട്ടത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ യേശുവേ, ആ തലമുറ ദൈവത്താൽ സാക്ഷ്യമായി തീരട്ടെ.
യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ നന്മ കൊണ്ട് നിറയട്ടെ അപ്പ. അവനെ ചുറ്റി നിൽക്കുന്ന സകല വലയത്തിൻ്റെ അകത്തു നിന്നും, അവനെ കുരുക്കുവാൻ നോക്കുന്ന സകല കുരുക്കുകൾക്കകത്തു നിന്നും ഇന്ന് കർത്താവെ സോബിൻ എന്ന് പറയുന്ന തലമുറ വിടിവിക്കപ്പെടുന്നല്ലോ. യേശുവിൻ്റെ കർത്താവിൻ്റെ കൃപയാൽ അവൻ രക്ഷപ്പെടുന്നല്ലോ. അവൻ നന്മയുണ്ടാകുന്നല്ലോ. ഇപ്പോൾ തന്നെ കുടുംബത്തിന് അവൻ ഫലം കായ്ക്കട്ടെ കർത്താവെ. അവൻ ദുഃഖപുത്രനെന്ന് വിധി എഴുതാൻ നോക്കുന്ന മേഖലകളെ ഞങ്ങൾ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നപ്പ അവന്റെ അത്ഭുത പുത്രനായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ തലമുറ ആരുടേതാണോ, ആരുമായിട്ട് ബന്ധപ്പെട്ടതാണോ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. അവന് പറയാൻ വേണ്ടിയാണോ? എന്റെ മോനാണ് സുബിൻ. സിസ്റ്ററുടെ മോനാ ഇന്നത് യേശു. മോനാണ് സുബിൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് അവന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ വലിയ അവൻ ദുഃഖപുത്രനെന്ന് അവനെ പറ്റി വിധി എഴുതാൻ നോക്കിയെടുത്ത് അവൻ അത്ഭുത പുത്രനായി മാറാൻ വേണ്ടി പോകട്ടോ. അവന്റെ ചില സർക്കിളുകളെ തമ്പുരാൻ എടുത്ത് മാറ്റാൻ വേണ്ടി പോവാ. അവന്റെ ചുറ്റും നിൽക്കുന്ന ചില സർക്കിളുകളെ ദൈവം എടുത്തു മാറ്റി ദൈവം അവനെ അത്ഭുത പുത്രനാക്കാൻ വേണ്ടി പോവാണ്. അവനെ ഓർത്ത് സന്തോഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്ന് തമ്പുരാൻ അവന്റെ മേൽ കൃപ ചൊരിയാൻ വേണ്ടി പോവാ. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. സിസ്റ്റർ അവന് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ ഉള്ളത്തിൽ ഏപ്രിൽ മാസം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു ഒരു ബ്രേക്ക് ത്രൂ ഏപ്രിൽ മാസവുമായിട്ട് റിലേറ്റ് ചെയ്ത് അവന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത്ഭുതകരമായ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. വളരെ ഒരു ബന്ധം ഞാൻ അവനുമായിട്ട് ബന്ധപ്പെട്ട ആ മാസത്തെ കാണുക കേട്ടോ. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവന്റെ മേൽ വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും എന്റെ കൂടെ ഇന്ന് നന്ദി പറഞ്ഞു സ്ട്രേറ്റ് എടുത്ത കേട്ടോ. ഈ ഏപ്രിൽ മാസം വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ്. ഏപ്രിൽ മാസം പ്രധാനപ്പെട്ടൊരു മാസമാണ്. അവനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവനെ വേർതിരിക്കുക. നന്ദി യേശുവി, നന്ദി കർത്താവി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും നന്ദി പറഞ്ഞു. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു അടയാളം കർത്താവ് എന്നെ ഒരു ഭവനത്തിൽ കാണുക. ഈ ഒരു നമ്മുടെ പഴയ കാലത്തെ ഡെസ്ക്ടോപ്പ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ, അങ്ങനത്തെ ഈ കറുത്ത കളറിലൊരു ഡെസ്ക്ടോപ്പ് ഒരു ടേബിളിന്റെ അടിയിൽ, അലമാരിയോട് ചേർന്നിരിക്കുന്ന ഒരു ടേബിളിന്റെ അടിയിൽ പഴയ കാലത്തെ ഒരു ഡെസ്ക്ടോപ്പ്, അങ്ങനത്തെ ഒരു TV സ്ക്രീൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കും. ഇതൊരു അടയാളമായിട്ട് ആ ഭവനത്തെ കാണിക്കുക കർത്താവ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഈ ചുമപ്പ് കളറിലെ ഈ ഒരു വസ്ത്രം അതിങ്ങനെ എന്താ പറയുന്നത്, ആ ഒരു മുറിയിൽ ഇങ്ങനെ കിടക്കുന്നത് പോലൊരു അടയാളം ഞാൻ കാണുക. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഒരു 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 ഈ നമ്മുടെ ബേസ്ബോർഡ് പെട്ടിക്കകത്ത് എന്തോ എടുത്തു വെച്ച് അതിങ്ങനെ മുകളിൽ കയറ്റി വെച്ചിരിക്കുക. പ്രത്യേകിച്ച് ഈ അലമാരുടെ മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുന്ന ഒരു റൂമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ റൂം സ്പെസിഫിക് ആയിട്ട് കാണാനൊരു അടുത്തൊരു കാരണം എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ഈ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ 17 എന്നൊരു നമ്പരും കൂടെ എൻ്റെ ഉള്ളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തിയും കുടുംബവും ഏതാണോ, എൻ്റെ ഉള്ളത്തിലൊരു വാക്ക് ഞാൻ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ തമ്പുരാൻ മാറ്റും. അതായത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് പോലും തമ്പുരാൻ നിങ്ങളെ എടുത്തു മാറ്റും. അത് കർത്താവിനൊരു സൈൻ കാണിക്കുന്നു. നേരത്തെ ഇടപെട്ട ഒരു വാക്തത്വങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി തമ്പുരാൻ പോവുക. ഇന്ന് ആ കുടുംബം ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണം. പ്രത്യേകിച്ച് ഈ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ കുടുംബത്തിൽ നന്മ കാണും. യാത്ര കർത്താവ് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എവിടെ ആയിക്കോട്ടെ, ആമേൻ പറഞ്ഞ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ചോണേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തി അവിടെ വ്യാപരിക്കുക. സകല തടസ്സങ്ങളും നീങ്ങിയിട്ട് എൻ്റെ ഉള്ളത്തിൽ ആ വാക്കിങ്ങനെ റിലീസ് ചെയ്യാൻ പറയുക. അതിരുകൾ വിസ്താരമാകാൻ വേണ്ടി പോവുക. യേശുവേ എന്ന് ചില കണക്കുകൾ എഴുതി വെച്ച് അതിൻ്റെ അകത്ത് മുന്നേറാൻ കഴിയാതെ വണ്ണം മുഴുവൻ കണക്കുകൂട്ടലുകളും മാറിപ്പോയൊരു ഭവനവ. എന്നാൽ കർത്താവ് അതിൻ്റെ അകത്തേക്ക് ഒരു അത്ഭുതത്തെ കർത്താവ് റിലീസ് ചെയ്യുക. ഓ യേശുവേ, ഞങ്ങളിപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ
ഇന്ന് കേട്ട വചനം പോലെ അധികാരത്തോടെ കൽപ്പിക്കുന്നപ്പ ആ കുടുംബത്തിന്റെ മേൽ സ്വസ്ഥത ഉണ്ടാകട്ടെ. സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണാൻ വേണ്ടി, മാസങ്ങളുടെ അല്ല ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ അത് സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു വേദനയാൽ, ഈ പറയാനുള്ള ആളുകളല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ശരീരത്തിന്റെ അകത്ത് വേദനകളാൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ടോ? ഏതെങ്കിലും വേദനകളാൽ ഭാരപ്പെടുന്നവര്? ശരീരത്തിന്റെ, എനിക്കൊരു രോഗമുണ്ട്, എനിക്കൊരു വേദനയുണ്ട്, എനിക്കൊരു ഈ ദേഹത്ത് ചില ഞരമ്പുകളെ തൊടുമ്പോൾ തന്നെ വേദനകൾ ഭാരപ്പെടുന്ന വ്യക്തികൾ. അതേപോലെ തന്നെ ശരീരത്തിന്റെ അകത്ത് ഈ ഞാനിങ്ങനെ കാണുന്ന ഈ ബൾജ് ചെയ്ത് നിൽക്കുന്നത് പോലെയുള്ള അവസ്ഥകൾ, യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്ന ചില അലർജി രോഗങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സ്വന്തം കൈയെടുത്ത് വെച്ച് ആ വേദനയുള്ളവരെല്ലാം കൈവച്ച് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ യേശുവേ, എല്ലാവരും കൈയെടുത്ത് വെച്ച് വേദനയുള്ളവരെല്ലാം, കാഴ്ച എനിക്ക് വേണം, കേൾവി എനിക്ക് വേണം, എനിക്ക് മുടന്തി നടക്കാൻ പറ്റത്തൊന്നുമില്ല, എനിക്ക് രോഗിയായി കിടക്കാം, ഒരു വാശിയുള്ള ആരെങ്കിലും ഉണ്ട്, എനിക്കൊരു വാശിയുണ്ട്, എനിക്ക് എന്റെ യേശുവിന്റെ സാക്ഷി ആകണം, എനിക്ക് എന്റെ ദൈവത്തിന്റെ അത്ഭുതം. ഇന്ന് ജന്മം തിരിച്ചറിവിന്റെ കാലം മുതലേ ഈ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ ഇന്ന് സൗഖ്യമാകുക. കാലപ്പഴക്കം ചെന്ന രോഗങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകുക. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ രോഗത്തിന്റെ മേൽ, വേദനകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ, ഓ യേശുവേ, ശക്തി വ്യാപരിക്കുന്നല്ലോ. അത്ഭുത ശക്തി വ്യാപരിക്കുക. ഓ യേശുവേ, ഈ 3249 എന്നുള്ളൊരു നമ്പര് ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചുകൊണ്ട് കുറച്ച് നേരമായിട്ട് ഇന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്തത് ആരാണോ, ഇന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേലെ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ വേണ്ടിയാണുള്ളത് പറയുക. കർത്താവ് ഒരു വാക്ക് പറയുക, വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ സമ്പന്നത വെളിപ്പെടാൻ വേണ്ടി പോവുക. ലജ്ജകളെ ദൈവം എടുത്തു മാറ്റും, നിന്ദകളെ ദൈവം എടുത്തു മാറ്റും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ, ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഓ റാഖേന, യേശുവിന്റെ നാമത്തിൽ ആ വേദനയുള്ളവരും രോഗത്തിലിരിക്കുന്നവരെല്ലാം കൈയെടുത്ത് വെച്ച് ഞാനിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് എല്ലാവർക്കും വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് ഏത് രോഗത്തിലോ ഏത് വിഷമത്തിലോ ഏത് പ്രതിസന്ധിക്കാതിരിക്കുന്നവരെ പിന്നീട് നിങ്ങൾ ബ്രദർ എനിക്കൊരു വിഷയം ഉണ്ടെന്ന് പറയരുതേ. ഈ സമയത്ത് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ആ വിഷയം തകരും, ഈ വിഷയം തകരും, നിങ്ങൾ ജയിക്കും. വിഷയം തകരും, നിങ്ങൾ ജയിക്കും. വിഷയം തോക്കും, നിങ്ങൾ ജയിക്കും. യേശുവിന്റെ എന്ന വേദനയുള്ളവരെ കൈവച്ച്, ഓ യേശുവേ, ഇന്ന് കർത്താവെ ഞങ്ങളുടെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശു പറഞ്ഞ എന്റെ യേശുവിന്റെ രോഗത്തെ വഹിച്ചു, യേശുവിന്റെ വേദനകളെ ചുമന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് അത്ഭുത സൗഖ്യം ഇപ്പോൾ സൗഖ്യമാകുക. പറ, എന്റെ രോഗം യേശു വഹിച്ചു, എന്റെ വേദന യേശു വഹിച്ചു, എന്റെ രോഗം യേശു വഹിച്ചു, എന്റെ വേദന യേശു വഹിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക. ഡാമേജ് ആയിട്ടുള്ള അവയവങ്ങൾ പുതിയതുണ്ടാകുക. ആ ഞരമ്പിന്റെ മേൽ, അസ്ഥിയുടെ മേൽ കർത്താവേ, ആന്തരിക അവയവങ്ങളുടെ മേൽ, ദേഹത്തിന്റെ മേൽ, ദേഹിയുടെ മേൽ, ഇന്ന് മനസ്സിന്റെ അകത്ത് കൂടിയ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഓട്ടിസങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് ആ രോഗങ്ങൾ, വേദനകൾ വേരോടെ പിഴുതു മാറുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമുക്ക്
അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും റാൽക്കെ റാൽക്കെ റാസ്കെ തേരെ മേരെ സഖേ റാഖോ റാബെ ദേബ റാൽക്കെ സേമേ റീഷെ ബേക്കെ റാമെ കേസെ തേബെ റൈക്കെ യേശുവേ റിഗബറ ഖമസിയാലഗെ അർത്തിയോന ഹൂഡദേരിയാൽ ബൻകേരിയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ റൽബെ ഖാറമൽ കെ സെക്കറ്റോ റോക്കെ റേസ് ബറ്റെ കേഷ്ബല്ല ഖുറാസിക്കെ റോബെ ഖാല കേമ സേറ്റെ റീത ബഹുശല കേമ കസേക്കെ റോകെമ കുസക്കെ തേമ കസ്വക്കെ in the name of Jesus healing anointing healing anointing healing anointing healing anointing യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ റാഖേര ആ പ്രതിസന്ധികൾ വിട്ടുമാറുക, ആ രോഗശക്തി വിട്ടുമാറുക, രോഗ ദുരാത്മാവിനെ പുറത്താക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ അധികാരം ഹീലിംഗ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ്. ഓ ഇത് ഡെലിവറൻസ് സംഭവിക്കുക. ഓ ജീസസ് ക്രൈസ്റ്റ് അനോയിന്റിംഗ് ഈസ് മൂവിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ 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 ആമേൻ. കൈയെടുത്ത് ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവർ മാത്രം ഒന്ന് ചെക്ക് ചെയ്തേ. ശരീരത്തിന്റെ അകത്തേക്ക് ഇപ്പോൾ ആ രോഗത്തിന്റെ മേൽ കൽപ്പിച്ചവര്, രോഗത്തിന്റെ മേൽ പ്രാർത്ഥിച്ചവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റി എന്താണോ ഇപ്പോൾ ഉണ്ടായ വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്തേ. ജീസസ് ആ ഇന്ന് ഇത്രയും നേരം രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കുക. ആരൊക്കെയായിരുന്നു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവര്? ഇപ്പൊ വേദനയ്ക്ക് വേണ്ടി എനിക്ക് നെഞ്ചിന്റെ അകത്ത് വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ആമേൻ. ഇത്ര നേരം വേദന ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ച ശേഷം വേദന മാറി. ഓ യേശു അങ്ങ് അത്ഭുത മന്ത്രി. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ആ വേദന ഉണ്ടെന്ന് പറഞ്ഞ ആളുകള് എത്ര പേരുണ്ടായിരുന്നു? വേദന ഉണ്ടെന്ന് പറഞ്ഞവർ, അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ബാക്കി എല്ലാവരും ഒന്ന് മയക്കി മ്യൂട്ട് ചെയ്ത്. പ്രൈസ് ലോർഡ് ബ്രദർ, എനിക്ക് ബോഡി പെയിൻ ആയിരുന്നു ഇന്ന് രാവിലെ വൈകിട്ട് തൊട്ട്, പക്ഷെ അതിപ്പോൾ പൂർണ്ണമായിട്ടും കർത്താവ് മാറ്റി. ഓ യേശുവേ അങ്ങ് അത്ഭുതത്തിന് നന്ദിയപ്പ, അത്ഭുതം നന്ദിയപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്കി. നിങ്ങൾ കമന്റ് ചെയ്യാതെ കഴിവതും മ്യൂട്ട് മാറ്റി തന്നെ പറഞ്ഞ് കേൾക്കട്ടെ. ഒരു സാക്ഷിക്ക് മറ്റൊരു സാക്ഷി ഉളവാക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ചെക്ക് ചെയ്ത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആ വേദനയുള്ള ഭാഗത്തൊന്ന് പിടിച്ചു നോക്കിക്കേ. ആ വേദനയുള്ള ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് എന്താണോ കഴിയാത്തത് ഒന്ന് ചെയ്ത് നോക്കിക്കേ. യേശുവിന്റെ അത്ഭുതം അവിടെ പ്രദർശിക്കപ്പെട്ടിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത്. പറഞ്ഞോ ബ്രദറെ, ഇന്നലെ നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് 4-5 കൊല്ലം കൊണ്ട് എനിക്ക് നടുവിന് വേദനയും കൊളുത്ത് പോലെയൊക്കെ വരുമായിരുന്നു ഇടയ്ക്ക്. അതെപ്പോഴും ഇല്ല, ചില സമയങ്ങളില്. അതിങ്ങനെ ഇപ്പൊ എനിക്കത് കൂടുതലായിട്ട് ഒരാഴ്ച കൊണ്ട് അത് എപ്പോഴും ഉണ്ടായിരുന്നു. രാവിലെ എനിക്ക് എഴുന്നേക്കാൻ മേലാതെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇരുന്നപ്പം തോന്നി കുറഞ്ഞതായിട്ട്. പക്ഷെ എങ്കിലും ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് പറയാണെങ്കിൽ എനിക്ക് പൂർണ്ണമായും മാറി. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? 4-5 വർഷം കൊണ്ടുണ്ട്. എനിക്ക് കീമോ ഒക്കെ എടുത്തപ്പം ബോൺമാരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അന്ന് തൊട്ടാ എനിക്ക് ഇങ്ങനെ ഈ വേദന. കർത്താവ് തൊട്ട് പറഞ്ഞ കീമോ എടുത്തതിന്റെ ബോൺമാരെ ചെയ്ത് സംഭവിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന വേദനയായിരുന്നു. 4-5 വർഷം കൊണ്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. അത് കർത്താവ് തൊട്ടു. യേശുവിന്റെ നാമത്തിൽ നമ്മൾ കേട്ടായിരുന്നല്ലേ ഇന്നലെ സൗകര്യ പറഞ്ഞായിരുന്നു ആ വേദനയെ പറ്റി. ഇന്ന് പൂർണ്ണ സൗഖ്യമായി. യേശു തൊട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ അത്ഭുതത്തിന് നന്ദി. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് എന്തോ കുറച്ചു നേരം മുമ്പ് ഒരു വിഷനെ പറ്റി പറഞ്ഞായിരുന്നു. ഒരു കമ്പ്യൂട്ടർ ഒരു ടേബിളിന്റെ അടിയിലുള്ള ഒരു കോറിഡോറിന്റെ അങ്ങനെ തന്നെ ടേബിളിന്റെ അടിയിലും ഒരു അൽമാരി അടുത്തുണ്ട്. അതിന്റെ മുകളിൽ ബേസ് ബോട്ടിന്റെ ബോക്സസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഇപ്പൊ പാസ്റ്റർ പറഞ്ഞായിരുന്നു. അത് ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് തമ്പുരാൻ നിങ്ങൾ അവിടുന്ന് പറിച്ചു നാടാൻ വേണ്ടി പോകുന്ന സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ മേൽത്തരമായ ഒന്നിലേക്ക് നാളുകളായിട്ടുണ്ടായിരുന്ന സകല വെല്ലുവിളിയിൽ നിന്നും തമ്പുരാൻ പുറത്തെടുക്കാൻ വേണ്ടി പോകും കേട്ടോ. ഇതൊരു അടയാളമായിട്ട് കർത്താവ് കാണിച്ചാണ്. ആമേൻ പറഞ്ഞിട്ടെടുത്തു. തമ്പുരാൻ ചേഞ്ച് തരാൻ വേണ്ടി പോവാ. പ്രൊമോഷൻ തമ്പുരാൻ ലഭിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രൊമോഷൻ കേട്ടോ ചെയ്യാൻ വേണ്ടി പോവാ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഞാൻ സോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മയാണ്. ഞാൻ സോബിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജോലി സംബന്ധമായി പല പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ദിവസത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. ഏപ്രിൽ മാസത്തിലാണ് എന്റെ മോള് ജനിച്ചത്. ഇപ്പം
ഞാൻ ആ ദൈവത്തിൽ വെച്ച് ഞാൻ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ, അത് സിസ്റ്റർ വലിയ ഡെലിവറൻസ് സംഭവിച്ചോട്ടോ. അവന്റെ മേലുള്ള സകല അതിരുകളെയും തമ്പുരാൻ തുറന്നു, ദുഷ്ടന്റെ ആശകളെ തകർത്തിരിക്കുന്നു. അത് വലിയൊരു അടയാളമാണ്. തമ്പുരാന്റെ സന്നിധിയിൽ വെച്ചതിനെ തമ്പുരാൻ തന്റെ ആലോചനയിലൂടെ നമുക്ക് ഉറപ്പിച്ചു തന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. തലമുറ സാക്ഷ്യമായി മാറും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. പിന്നെ ആമേൻ. പാസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പറഞ്ഞു അടുത്തയാൾ ആ പറഞ്ഞു. എന്റെ വയറിന് ഒരു വേദന ഉണ്ടായിരുന്നു. ഞാൻ കൈവച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ചു, ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് അത്ഭുത സൗഖ്യം തന്നു. എത്ര നാള് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ വേദനയാൽ ഭാരപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പാസ്റ്റർ പറയുമ്പോഴെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കിപ്പോ അത്ഭുത സൗഖ്യം കിട്ടി. ഓ യേശുവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. പറഞ്ഞു. അത് ഒരാഴ്ചയായിട്ട് വലത്തെ കാല് നല്ല നീരും വേദനയും, അലർജി ആയിരുന്നു, ചൊറിയലും ഉണ്ടായിരുന്നു. 2 കാലും ചൊറിയായിരുന്നു. നീര് വലത്തെ കാലിന് മുട്ടിന്റെ ചോട്ടില്, വിരലുകളും എല്ലാം തടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് കുറഞ്ഞിട്ടുണ്ട്. ഓ യേശു അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. മരപ്പുണ്ടായിരുന്നു? ആ മരപ്പും ഉണ്ട് കാലിന്. ഇപ്പൊ മരപ്പുണ്ട മാറി എന്നാണ് പറഞ്ഞത്? മരപ്പ് ഇപ്പൊ ഉണ്ട്. കൈവച്ച് കൽപ്പിച്ചോണം. പൂർണ്ണ സൗഖ്യം. അതൊരു കേട്ടെ പൂർണ്ണ സൗഖ്യമാണ് നമ്മുടെ അവകാശം. ഇപ്പൊ മരപ്പ് നമുക്ക് പോരാ. മരപ്പ് മാറണം, പൂർണ്ണ മാറ്റം മാറണം, നീര് പറ്റണം. ഇതൊക്കെ പൂർണ്ണമായ സൗഖ്യമാണ് യേശു ക്രൂശിൽ നേടിത്തന്നത്. അത് കൽപ്പിച്ചോണം കൈവച്ച് കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. ബ്രദറെ, എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരാഴ്ചയായി ആണി കൊണ്ട് കയറി കാലെ, വലത്തെ കാലിന്റെ പാദത്തിലായിരുന്നു. അതന്നേരം ഭയങ്കര വേദനയായിരുന്നു. അന്നേരം ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അത് അവര് മരുന്ന് തന്നങ്ങ് വിട്ട്. 4ന്റെ അന്ന് പോയി വീണ്ടും വേദനയായിരുന്നു. അന്നേരത്തേക്കിന് അവര് പിന്നെ അത് കീറിയപ്പോഴാണ് ഒരു 2-3 കരടും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് എനിക്ക് വേദന അങ്ങോട്ട് മാറുന്നതേ ഇല്ലായിരുന്നു. അങ്ങനെ ഇന്ന് വീണ്ടും അന്ന് സർജനെ കാണിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ഇന്ന് പോയി ഞാൻ സർജനെ കാണിച്ച്, അന്നേരം അവർ ആ പാദത്തിന്റെ ആ ഭാഗത്ത് മരവിപ്പിച്ചിട്ട് കീറി. അന്നേരം ചെറിയ പൊടിയും പഴുക്കുകയും ചെയ്തു. എനിക്ക് ഷുഗറൊക്കെ ഉള്ളയാ. അന്നേരം പഴുത്ത് അതെടുത്ത്. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഇന്ന്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച്. എനിക്ക് നടക്കാനും ഒക്കത്തില്ല. ഞാൻ ഉന്തിയാ നടക്കും. ഭയങ്കര വേദനയാണ്. ഇപ്പൊ എന്തുപോലെ എനിക്ക് ദൈവം സൗഖ്യം തന്നു. നന്ദി യേശുവിന്. ഇപ്പൊ വേദനയില്ല സിസ്റ്റർ, അതാണ് പറയാൻ വന്നേ. അതെ, വേദനയില്ല. ഓ, ഇത് വലിയൊരു സാക്ഷ്യമാട്ടെ. നിങ്ങൾ കേട്ടെ, സർജറി ചെയ്തിട്ട് നോക്കുകയും ചെയ്ത്. നോക്കിയപ്പോ ഇപ്പൊ എനിക്ക് നടക്കാം. നിങ്ങൾ കേട്ടെ, ഇത് സർജറി ചെയ്തിട്ട് സിസ്റ്റർക്ക് ഷുഗറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് ആ മുറിവ് വല്ലാത്ത പാടായിരുന്നു. നടക്കാൻ പറ്റത്തില്ലായിരുന്നു. വേച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. ആ വേദനയും വെച്ചോണ്ട് കിടന്നു. ഓർത്ത് നോക്കി, മുറിവുണ്ട്, വേദനയുണ്ട്, ഷുഗറുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അതും വെച്ചോണ്ട് വേച്ച് നടന്ന് അത് കട്ടിലേ വന്ന് കിടന്നുകൊണ്ടാണ് കേട്ടത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വേദനയും മാറി. ഇപ്പൊ നടന്നു നോക്കി, വേദന അവിടെ ഇല്ല. യേശു തൊട്ട്. ഷുഗറിനോട് പറയണം, നിനക്ക് എന്റെ മേലെ അവകാശമില്ല. ഷുഗറിനോട് പറയണം, ഷുഗറും ഒരു രോഗമാണ്. ആ രോഗത്തെ യേശു ക്രൂശിൽ വഹിച്ച. പറഞ്ഞു, യേശു എന്റെ ഷുഗർ അനുഭവിച്ചതാ, ഞാൻ അനുഭവിക്കരുത്. സാക്ഷാൽ എന്റെ രോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഷുഗറും ഉണ്ട്. പറയണം, കർത്താവ് എന്റെ ഡയബറ്റിക്കും ക്രൂശിൽ വഹിച്ചതുകൊണ്ട് കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും പറയണം, ഡോക്ടർ തന്നെ പറയും, ഇനി മരുന്നും വേണ്ട, ഒന്നും വേണ്ട, അത്ഭുതം നടന്നിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇതൊരു സൈനാണ് കേട്ടോ. ഇത് ആ മുറിവോട് തന്നെ ഇരിക്കുമ്പോൾ തന്നെ, വേദനയോട് ഇരിക്കുമ്പോൾ തന്നെ ആ വേദന വിട്ടുമാറുന്ന ഇത് ദൈവത്താൽ തന്നെയാണ് കേട്ടത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാൾ പറഞ്ഞാട്ടെ. അത് മാത്രമല്ല, കൊല്ലത്തും കോട്ടയത്തും നമ്മുടെ പ്രാർത്ഥനയുണ്ട്. 24-ാം തീയതി കൊല്ലത്ത് വെർച്വൽ മീറ്റിംഗ് ആണ്. അന്യഭാഷ പ്രാർത്ഥനയും ഡെലിവറൻസ് മീറ്റിംഗുമാണ്. കർത്താവിലുള്ള പ്രവചന ശുശ്രൂഷ, രോഗസൗഖ്യ ശുശ്രൂഷ എല്ലാം ചേർന്നുള്ള ശുശ്രൂഷയാണ് കോട്ടയത്തും കൊല്ലത്തും. മിസ്സാക്കരുത്. കൊല്ലത്തുള്ളവരെ, കൊല്ലത്തിന്റെ ഭാഗത്തുള്ളവരെ, കോട്ടയത്തുള്ളവരെ, കോട്ടയത്തിന്റെ ഭാഗത്തുള്ളവരെ, നിങ്ങൾക്ക് എല്ലാം ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സ്ക്രീനിൽ ഞാൻ വരുന്നതായിരിക്കും നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടതിന്. പരിശുദ്ധാത്മാവ്, നമ്മളെക്കാൾ എല്ലാം ഉപരി പരിശുദ്ധാത്മാവ് അവിടെ വരുന്നുണ്ട്. അവിടെ നമ്മുടെ മിടുക്കല്ല, കൃപ അവിടെ വെളിപ്പെടും. പ്രാർത്ഥനയോടെ തന്നെ വരണം. ദൈവം ഇടപെടും. ദൈവാത്മാവെ എന്നെ തൊടണമേ. അത് മാത്രമല്ല, ഒരാളെ കൂട്ടിക്കൊണ്ട് വാ, രോഗികളെ കൂട്ടിക്കൊണ്ട് വാ, യേശു അവിടെ അത്ഭുതം ചെയ്യുമെന്ന് പറയണം. സുവിശേഷത്തിന്റെ വാതിൽ നമ്മളിവിടെ തുറക്കാൻ വേണ്ടി പോവാണ്. ഗോഡ് ബ്ലസ് യു. സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ, വേഗത്തിൽ പറഞ്ഞാട്ടെ.
പ്രാർത്ഥനയുടെ സമയത്ത് ഉം. ഒരു കാര്യം രോഗസൗഖ്യത്തിന് ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥിച്ച് ഞാനത് പ്രാർത്ഥിച്ചു. ദേഹം മുഴുവൻ ഇഞ്ചിഞ്ചായിട്ട് വേദനയായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ മാറിയായിരുന്നു. ഇൻഫെക്ഷൻ പോലെ ഉള്ളിൽ നിന്ന് പഴുപ്പ് ഉള്ള മണങ്ങളും. അത് കഴിഞ്ഞ പിന്നെ അതിന് മുന്നോടിയായിട്ട് ദേഹത്ത് മുഴുവൻ വേദന ഉണ്ടായിരുന്നു. ഇപ്പം വേദനയ്ക്ക് കുറവുണ്ട്, പക്ഷെ ആ ഇൻഫെക്ഷൻ ഉണ്ട് ഉള്ളില്. സിസ്റ്ററെ ഞാൻ എന്താണെന്ന് അറിയത്തുമില്ല. സിസ്റ്ററെ കൽപ്പിച്ചു. ഇന്ന് നമ്മൾ അതിന്റെ മേൽ കൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ മേൽ ഒരു പ്രാർത്ഥനയില്ല. ഇനി അതിന്റെ മേൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. കാരണം കൽപ്പിച്ചു. യേശു പറഞ്ഞൊരു വാക്കുകൊണ്ട് കൽപ്പിക്കുക. അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞോണം, എനിക്ക് ആശ്വാസമല്ല വേണ്ടത്, എനിക്ക് കുറവല്ല വേണ്ടത്, പൂർണ്ണ സൗഖ്യം എന്റെ അവകാശം പറയണം. ഉറക്കെ പറയണം. ശരീരം കേൾക്കേ പറയണം. പൂർണ്ണ സൗഖ്യം എന്റെ അവകാശമാണ്, പൂർണ്ണ അത്ഭുതമാണ് എന്റെ അവകാശം. കാര്യം യേശു ക്രൂശിൽ വില കൊടുത്തതുകൊണ്ട്. കേട്ടോ? ശരീരത്തെ കൈവച്ച് കൽപ്പിച്ചോണം, പൂർണ്ണ സൗഖ്യം എന്റെ അവകാശം എന്ന് പറഞ്ഞോണം. കേട്ടോ? ഇപ്പൊ തന്നെ കാണാൻ പറ്റും. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, ഇപ്പോഴത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് എന്റെ മോളുടെ സ്വരം ഇല്ലായിരുന്നു. അവൾക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവളുടെ സ്വരം ഒരു പകുതിയോളം ആയിട്ടുണ്ട്. ഇപ്പം എന്നെ പറ്റിയതായിരുന്നു സിസ്റ്ററെ? അത് എന്നെ പറ്റിയ പേടിച്ച് കരഞ്ഞതാണെന്നാ പറയുന്നത്. എപ്പോ മുതൽ തുടങ്ങിയത്? ഒരു 2 മാസമായിട്ട് സൗണ്ട് ഇല്ലായിരുന്നു. ഓ, 2 മാസം ഒട്ടും ഒച്ചയില്ലായിരുന്നു. ഇല്ല, ചെറുതായിട്ട് സംസാരിക്കുകയിൽ ഒന്നും ക്ലിയർ ആയിട്ട് പറയല്ലായിരുന്നു. ഇപ്പം ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്, ചെറിയ ഒച്ച വരുന്നുണ്ട്. ഓ യേശു, ഇത് വലിയൊരു സാക്ഷ്യമാണ് കേട്ടെ. മിണ്ടാൻ പറ്റാത്ത 2 മാസമായിട്ട് എന്നെ രോഗമൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നേരത്തെ സംസാരിക്കുമ്പോൾ തിരിയത്തുമില്ലായിരുന്നു. 2 മാസം മുമ്പ് വരെ എല്ലാം പറയുകയും ക്ലിയർ ആയിരുന്നു. അത് 2 മാസം ആയിട്ട് ഇപ്പം ക്ലിയർ ആയിട്ട് ഒന്നും സംസാരിക്കില്ലായിരുന്നു. പേടിച്ച് കരഞ്ഞതാണെന്നാ പറയുന്നത്. ഹോസ്പിറ്റലിലെ പിള്ളേരെന്തോ പറഞ്ഞു. ഇത് ദുരാത്മാവിന്റെ പ്രവർത്തികളെ യേശു അഴിക്കുന്നതിന്റെ വലിയ സൈനാണ്. പേടിച്ച് ഭയപ്പെട്ട് ശബ്ദം അടഞ്ഞുപോയി. എന്നിട്ട് സഹോദരി പറയുവാണ്, അല്പം ഇങ്ങനെ ഞെരുക്കം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് മകള് പയ്യെ സംസാരിക്കാൻ തുടങ്ങി. യേശുവിന്റെ അത്ഭുതം തുടങ്ങി. കൈവച്ചു പറഞ്ഞോണം, കർത്താവെ പൂർണ്ണ സൗഖ്യം. അത് വലിയ സൈനാ കേട്ടോ. ഇത്രയും നാളും 2 മാസമായിട്ട് സംസാരിക്കാനിരിക്കാത്ത ആള് ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ തുടങ്ങി. മകളോട് കൈവച്ചിട്ട് പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം. കൈവച്ച മോളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ. മോൾ അടുത്തുണ്ടോ? ഒന്ന് കൈവച്ച മോളുടെ തൊണ്ടേ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ മോള് കേൾക്കുന്നുണ്ടോ? സംസാരിക്കാൻ പറ്റുന്നുണ്ടോ മോളെ? കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. യേശുവിനകത്ത് മോളുടെ തൊണ്ടയമേൽ കൈവച്ച്, മോളാണെങ്കിലും അമ്മയാണെങ്കിലും കൈവച്ച് അവിടെ ഒരുമിച്ച് കൽപ്പിക്കാൻ വേടി പോവാ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പ്രിയ മോളെ ഊമയാക്കിയ ദുരാത്മാവെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഊമയാക്കിയ ദുരാത്മാവെ ഇപ്പോൾ തന്നെ യേശു ഭയപ്പാടോട് കൂടെ കയറിക്കൂടി ശബ്ദത്തെ അടച്ചതിനെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. മോളെ ഉറക്കെ യേശു എന്ന് വിളിച്ച് സകല ബലത്തെയും ചവിട്ടുവാൻ യേശുവിന്റെ നാമത്തിൽ അധികാരം ഉണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മോളെ ഉറക്കെ യേശു എന്ന് വിളിച്ച്, ഉറക്കെ യേശു എന്ന് വിളിച്ച്, ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ പിശാചിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി അല്ല ഞങ്ങളുടെ ശരീരം, ദുരാത്മാവിന് പ്രവർത്തിക്കാനുള്ളതല്ല ഞങ്ങളുടെ ശരീരം. ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ഞങ്ങളുടെ ശരീരം. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ കൽപ്പിക്കുന്നപ്പ. ആമേൻ, ആമേൻ, ആമേൻ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. സിസ്റ്ററെ, അമ്മോളുടെ യേശുവെ എന്ന് ഉറക്കെ പറയാൻ പറഞ്ഞ്. കേൾക്കുന്നുണ്ടോ? ഉറക്കെ പറഞ്ഞ മോളെ, യേശുവെ എന്ന് ഉറക്കെ പറഞ്ഞ്, യേശുവെ എന്ന് ഉറക്കെ പറഞ്ഞ്. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. മോള് മാത്രം. സിസ്റ്ററെ, നേരത്തെ ഇത്ര ഒച്ചയ്ക്ക് പറയാൻ പറ്റുമായിരുന്നോ മോക്ക്? ഇപ്പൊ അത്ര ക്ലിയർ ആകുന്നില്ലെന്നേ ഉള്ളൂ. ഒട്ടുമില്ലായിരുന്നു നേരത്തെ. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ആരെ അനാവശ്യമായിട്ട് വർത്താനം പറയുന്നത്? ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. സിസ്റ്ററെ, ഇത്രയും ഒച്ചത്തിൽ മോക്ക് യേശു എന്ന് വിളിക്കാൻ പറ്റുമായിരുന്നു നേരത്തെ? ഇല്ലായിരുന്നു. ഓ യേശുവിന്റെ അത്ഭുതം. ആ നാമത്തെ ഉറക്കെ വിളിച്ചു. കണ്ടോ? ഇത്രയും നേരം മോക്ക് അത് ആ നാമം പറയുമ്പോ തന്നെ ദുരാത്മാവ് വിറയ്ക്കും. കേട്ടോ?
യേശുവിന്റെ നാമത്തിൽ. ഇന്ന് 2 മാസമായിട്ട് ശബ്ദം ക്ലിയർ ആയിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ കർത്താവിന്റെ നാമത്തിൽ ഉറക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ യേശുവേ എന്ന് വിളിച്ചു തുടങ്ങിക്കോ. വലിയ കർത്താവിന്റെ പ്രവൃത്തി ശരീരത്തിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് സാക്ഷ്യത്തിന്റെ സമയമാണ്. സാക്ഷ്യം പറയുവാനുള്ളവർ മാത്രം ദയവ് ചെയ്ത് മ്യൂട്ടുകളെ മാറ്റുക. ബാക്കിയുള്ളവരെല്ലാം കേൾക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഒരാളുടെ സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് അത് പകരുകയാണ്. ചാടി പിടിച്ചോണം. അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നവരെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ, ചാടി ചാടി പറഞ്ഞാട്ടെ. ചെക്ക് ചെയ്തേ. എനിക്കൊരു സാക്ഷിയുണ്ട് ബ്രദറെ. എന്റെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്ന ഒരു സഹോദരനോട് ഞാൻ സുവിശേഷം പറഞ്ഞായിരുന്നു. ആളുടെ പേര് അഹമ്മദ് എന്നാണ് കേട്ടോ. ആ ആള് ഇന്ന് എന്നെ വിളിച്ചിട്ട് പറയാണ് ആളുടെ കൈക്ക് കമ്പി ഇട്ടിട്ട് പൊന്തിക്കാൻ പറ്റില്ലായിരുന്നു. ബൈക്ക് ഓടിപ്പിക്കുമ്പോ ആള് പറയാ ആക്സിലേറ്റർ എനിക്ക് പിടിക്കാൻ പറ്റില്ലായിരുന്നു മോളെ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയതിനു ശേഷം എന്നെ വീഡിയോ കോൾ വിളിച്ച കൈ ഉയർത്തി കാണിച്ചു. ഓ, ഇത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ കേട്ടെ, 2026 കയറിയപ്പോ ഒരു പ്രവചന ആലോചന പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അനേകര് വന്ന് പ്രാർത്ഥിച്ച് വിടുതൽ നേടുന്ന ഭവനമാകുമെന്ന്. എത്ര പേരാ ദൂത് പിടിച്ചായിരുന്നു? എത്ര പേരാ പ്രവചനാലോചന സ്വീകരിച്ചായിരുന്നു? ഓ, ഇതിന്റെ അടയാളമാണ്, ഇതിന്റെ അടയാള. വീട്ടിൽ മീൻ വെക്കാൻ തരാൻ വേണ്ടി വന്ന യേശുവിൽ വിശ്വസിക്കാത്ത മനുഷ്യൻ, അദ്ദേഹം കമ്പിയിട്ടിരിക്കുന്ന കയ്യിൽ, കൈ ഉയർത്താനോ ആക്സിഡന്റ് കൊടുക്കാനോ പറ്റാത്ത ആളായിരുന്നു. സഹോദരി പ്രാർത്ഥിച്ചു കണ്ടോ, വീടിന്റെ അകത്ത് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ആ മകൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു, കൈ ഉയർത്തി കാണിച്ചു. യേശു ജീവിക്കുന്നു. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി, കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനങ്ങൾ ഇതേപോലെ ഇത് വീണ്ടും ഞാൻ പ്രവചന ആലോചന എല്ലാവർക്കും വേണ്ടി റിലീസ് ചെയ്യുക. ഭവനങ്ങളിൽ അനേകര് വന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ വിടുതൽ അനുഭവിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഭവനമായി മാറാൻ വേണ്ടി ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞ്. എന്റെ ഭവനം പ്രാർത്ഥനയുടെ ഭവനമാണ്. എന്റെ ഭവനം അനേക രോഗികൾ വിടുവിക്കപ്പെടുന്ന ഭവനമാണ്. എന്റെ ഭവനം അനേക ഭൂതങ്ങൾ പുറത്താക്കുന്ന ഭവനമായി മാറും. എന്റെ ഭവനം ദൈവരാജ്യത്തിന്റെ ഭവനമായി തീർന്നിരിക്കുന്നു. എന്റെ ഭവനത്തിൽ വരുന്നവർ യേശുവിനെ കാണും. എന്റെ ഭവനത്തിൽ വരുന്നവർ യേശുവിലേക്ക് വരും. ആമേൻ, 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 ആമേൻ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള്. ബ്രദറെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബ്രദറെ, ഞാൻ കുറച്ച് ആഴ്ചകളായി പ്രയർ മീറ്റിംഗ് കയറാറുണ്ടായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് 2 ആഴ്ചയായിട്ട് എന്റെ പെടലിക്ക് ഒരു വേദനയായിരുന്നു, കിടക്കുമ്പം പ്രത്യേകിച്ച്. ഇപ്പം കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു കുറച്ച് 10-15 മിനിറ്റ് മുന്നേ. ബ്രദർ പറഞ്ഞ സമയത്ത് എന്റെ വേദന ഇപ്പൊ എനിക്ക് ഒട്ടും തന്നെ അനുഭവപ്പെടുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് എന്തോ കൂടുതലായ വേദനയായിട്ട് എന്തോ മൂവ്മെന്റ് ഉണ്ടാവുന്ന എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പൊ എന്നാ പൂർണ്ണമായിട്ട് ആ പെടലിയിലെ വേദന പോയിട്ടാ ഞാൻ വിശ്വസിക്കുന്നു. അത് ബ്രദറെ തോന്നുന്നില്ല. ബ്രദർ പ്രാർത്ഥിച്ചപ്പോ എന്തോ ഇങ്ങനെ മാറിപ്പോകുന്നതായിട്ട് തോന്നി അല്ലെ? ശരീരത്തിൽ കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുന്ന കണ്ടു. എന്തോ സംതിങ് മൂവ് അറൗണ്ട് കണ്ടു. ആ വേദനയുടെ ശക്തി അവിടെ നിന്ന് മാറിയത്. അവൻ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് ഫീൽ ചെയ്തു. ഇതാണ് പറഞ്ഞത്, ആ വേദനയുടെ ശക്തിയാണത്. അത് രോഗമല്ലായിരുന്നു, വേദനയുടെ ശക്തി അവിടെ നിന്ന് മൂവ് ചെയ്തു. ഇപ്പൊ സഹോദരൻ പറയുകയാണ് ഒട്ടും വേദനയില്ല അല്ലേ? കർത്താവേ, കൃപ കൃപ കൃപ. യേശുവെ, അങ്ങ് തൊട്ടതിന് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു ബ്രദറെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ആദ്യം എന്റെ പേരെന്ന് പറഞ്ഞാലോ, എബ്രഹാം എന്ന് പറഞ്ഞ എബ്രഹാമിന്റെ ഏതൊരു ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നല്ലോ ബ്രദറെ അത് പറഞ്ഞത്? ഞാനത് മുഴുവൻ കേട്ടില്ലായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് വേറൊരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആയിട്ടൊരു കണക്ഷൻ ആയിട്ട് വന്നതാണ് ആ പേര്. എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഒന്നും കൂടെ അത് കേൾക്കണേ. ശരി ശരി, ഓക്കെ ബ്രദറെ, പറഞ്ഞു. എന്തോ ഒരു മനുവിന് വേണ്ടി, മനു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് മനുവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, തലമുറയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് സ്വീകരിച്ചോ ഉള്ളത്തിൽ അങ്ങനെ പ്രേരണ ഉണ്ടാകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മനു എന്ന് പറയുന്ന തലമുറയ്ക്ക് ബന്ധപ്പെട്ടത് എനിക്കൊന്ന് സൂമി കുറച്ചൊരു ലെഫ്റ്റ് ആയിപ്പോയി. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിയോടെ വെളിപ്പെടാൻ വേണ്ടി പോവാ ആ മകനുമായിട്ട് ബന്ധപ്പെട്ട്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ജീസസ് ക്രൈസ്റ്റ്. ആമേൻ.
അതെ, ഒരു ആലോചനയുടെ കാര്യം പറയാനാണ്. ഇപ്പൊ പറഞ്ഞിരുന്ന അലമാരിയും ഇത് ടേബിള് കമ്പ്യൂട്ടർ എന്നൊക്കെ. അപ്പൊ ഞാനേ ഒരു ബോക്സിന്റെ കാര്യം ബ്രദർ പറഞ്ഞ മുകളിൽ എന്നുള്ള ഇത് കൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്ത് പറയാൻ. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ചുവപ്പ് ഡ്രസ്സ് എന്ന് പറഞ്ഞു, ഞാനിപ്പോ ചർച്ചയിൽ നിന്ന് പ്രയറും കഴിഞ്ഞ് വന്നിട്ട് ആ ഡ്രസ്സ് മാറാതെ ഇരുന്ന സൂമിൽ പങ്കെടുക്കണം. അപ്പൊ എനിക്കത് പറയണമെന്ന് കൂടുതലായിട്ട് തോന്നി. പിന്നെ മുന്നേ പറഞ്ഞിട്ടുള്ള ആലോചനകൾ നടക്കാതെ പോയെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് സംഭവങ്ങളാണ് എന്റെ ജീവിതത്തില്. ഏറ്റെടുത്തോ, ദൈവത്തിന്റെ വലിയൊരു സാക്ഷിയാക്കി തമ്പുരാൻ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞോ. പറഞ്ഞു. എന്റെ സഹോദരന്റെ മകനാണ്. അവന് കല്യാണം വേണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ വലിയ വിഷമത്തിലിരിക്കുക വീട്ടുകാരെല്ലാവരും. ഇന്ന് അവൻ ആ സഹോദരിക്ക് ദൈവം ഇടപെട്ടതാണ്. അത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണം. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഒരു കമ്പ്യൂട്ടറിന്റെ ടോപ്പ് ഇങ്ങനെ ഉണ്ട്, കറുത്ത. ബ്രദർ ഇപ്പം പറഞ്ഞായിരുന്നല്ലോ ഒരു ആലോചന. അത് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ഒരു മറ്റേ ബേസ്ബോർഡ് പെട്ടിക്കകത്ത് കുറെ ബുക്സുകളൊക്കെ. മേശപ്പുറത്തല്ല സിസ്റ്ററെ, മേശപ്പുറത്തല്ല. അത് താഴെ, മേശയുടെ താഴെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഈ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ. പഴയ ടൈപ്പ്. മേശപ്പുറത്താണ്, മേശപ്പുറത്തല്ല. അല്ല, മേശയുടെ അടിയിലിരിക്കുന്നതാണ് കേട്ടോ. ബ്രദർ അത് കമ്പ്യൂട്ടറിന്റെ ആണോ അതോ ടിവി ആണോ ബ്രദർ? കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ സിസ്റ്ററെ, ബ്ലാക്ക് കളറിലെ. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എന്റെ ശരീരം മുഴുവൻ വേദന, വയറ്റിന്റെ 1-ാം തീയതി മുതൽ ഗ്യാസ് കയറി പ്രോബ്ലം ആയിരിക്കും, ഒന്നും കഴിക്കാൻ വയ്യ. അപ്പൊ ഞാൻ വെള്ളം എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥനയിലും ഉണ്ട്. ഞാൻ 1.5 വർഷമായി ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്നതുവാ. അപ്പൊ എനിക്ക് ഇതുവരെ ഒന്നും കുറവ് വരുന്നില്ല. അപ്പൊ സിസ്റ്ററെ കേട്ടെ, രോഗികളായി ഭാരപ്പെടുന്നവരെ ശ്രദ്ധിച്ചു നോക്കി. ആ കുപ്പിയിലെ വെള്ളം തുറന്നു വെച്ചിട്ട് സിസ്റ്റർ തന്നെ കൈ വെച്ചിട്ട് പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും എനിക്ക് ഒരു ദോഷം വരത്തില്ല. യേശുവാണ് എന്റെ കർത്താവ്. ഇത്രയും ചെയ്താൽ മതി. കൈ വെക്കുക, വെള്ളത്തെ പ്രാർത്ഥിക്കുക. ആ വെള്ളം, ആ കർത്താവിന്റെ നാമത്തെ വെള്ളവും നിങ്ങളുടെ കൈയും അതിൽ സ്പർശന ഉണ്ടാകണം. വെള്ളവും കൂടെ കൈയും കൂടെ മുട്ടണം. കാര്യം അധികാരം റിലീസാകും. രോഗികളുടെ മേൽ കൈവച്ചാൽ ആ രോഗശക്തി ആ വെള്ളത്തിന്റെ മേൽ പകർന്നുക, അത് പാനം ചെയ്യുക. കർത്താവിന്റെ വലിയ അത്ഭുതം അവിടെ കാണും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ഒരുമിച്ച് ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ മറക്കരുത്, കൊല്ലത്തും കോട്ടയത്തും പ്രാർത്ഥന ഉണ്ട്. അതിനുശേഷം പല പട്ടണങ്ങളിലേക്കും പ്രാർത്ഥനയുണ്ട്. മാർച്ച് മുതൽ ഏപ്രിൽ മാസം, മാർച്ച് പകുതി മുതൽ ലാസ്റ്റ് മുതൽ ഏപ്രിൽ വരെ നേരിട്ട് നമുക്ക് കാണാം. നമുക്ക് പ്രാർത്ഥനകളുണ്ട്. അങ്ങ് എറണാകുളത്തും കണ്ണൂരുമാണ് ഇപ്പോൾ പ്രാർത്ഥന പറഞ്ഞു നിൽക്കുന്നത്. ബാക്കി നിയോഗങ്ങൾ പോലെയാണ് ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹം പോലെയല്ല, നിയോഗങ്ങൾ പോലെയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്ലാനാണ് നടക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ ജില്ലയിലുള്ളവരും പ്രാർത്ഥിക്കുക. പക്ഷേ കൂടാതെ പ്രയർ സ്റ്റേഷൻ എല്ലാ പട്ടണങ്ങളിലും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നു. നിങ്ങൾ അവിടെ വരുമ്പോൾ രോഗികളായി ഭാരപ്പെടുന്ന, കൂടെ വിളിച്ചാൽ വരാൻ സാധിക്കുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരിക. കർത്താവ് അവരെ തൊടും. അവരോട് ദൈവം സംസാരിക്കും. കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ കൊല്ലത്തും കോട്ടയത്തും പ്രാർത്ഥന നടക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഇന്ന് ലൈവിൽ കാണുന്നവരെ, യൂട്യൂബിൽ കാണുന്നവരെ, നിങ്ങൾക്കും സ്വാഗതം. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവത്തിന്റെ ആലോചന എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ആഗ്രഹമുണ്ടോ? കർത്താവ് നിങ്ങളെ തൊടും. സുവിശേഷത്തിന് വേണ്ടി എനിക്കും ഒരു ഭാഗമാകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിലും ദൈവത്തിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടാനുള്ള സമയമാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തികളെ നമ്മൾ കാണും. യേശു ജീവിക്കുന്നതുകൊണ്ട് കർത്താവിനൂടെ നമ്മൾ ജീവനിൽ വാഴും.
ആമേൻ. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ദൈവാത്മാവ് നമ്മളെ സകല കാര്യത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. വലിയ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്തിരിക്കുന്നു. ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങളെ, ബാക്കിയുള്ള സാക്ഷ്യങ്ങളെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് നാളെയും കേൾക്കാം. കർത്താവ് നമുക്ക് വേണ്ടി നാളെ ചിലപ്പോൾ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനകൾ ഓൾ നൈറ്റ് പ്രെയർ കാണും. ഞാനതിനെ അപ്ഡേറ്റ് ചെയ്യാം. പ്രയറുകൾ ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും. വാട്സാപ്പിൽ ചെക്ക് ചെയ്യുക, ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യുക. പ്രാർത്ഥനയുടെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. വലിയ കൃപകളാൽ ഇന്ന് നമുക്ക് മുന്നേറാം. വലിയ കാര്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ ശക്തിമായി ബലപ്പെടാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവേ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചാട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. വൻ കാര്യങ്ങൾ